നമസ്തേ. പുത്തൻപുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. രാവിലെ തന്നെ ജനം ടി വിയുടെ ഒപ്പം ജനം ടി വി കാണാൻ കയറുന്ന പ്രേക്ഷകർ ജനം ടി വി ഏറെ സ്നേഹിക്കുന്ന പ്രേക്ഷകരാണെന്ന് ഞങ്ങൾക്കറിയാം. ചെറിയ ചില തടസ്സങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ പുതിയ സ്റ്റുഡിയോയിലേക്ക് പോകുന്നതിന് മുന്നോടിയായി ഉണ്ടാകുന്ന ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളാണ്. പുതിയ സ്റ്റുഡിയോയിലേക്കെന്ന് പറയുമ്പോൾ തന്നെ വലിയ ഗിമിക്കുകളൊന്നും കാണിക്കാനല്ല, കാലികമായിട്ടുള്ള ടെക്നോളജിയിലൊക്കെ വരുന്ന കാലികമായിട്ടുള്ള മാറ്റങ്ങൾക്കൊപ്പം പോകേണ്ടി വരുന്നത് കൊണ്ട് മാറ്റങ്ങൾ എന്നേ ഉള്ളൂ. നിലപാടുകളിലോ ഉയർത്തിപ്പിടിക്കുന്ന ദേശീയതയിലോ പ്രൗഢമായ നിലപാടുകളിലോ ഒന്നും തന്നെ ഒരു മാറ്റവും ഉണ്ടാവില്ല. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾ ആവശ്യപ്പെടുന്ന വാർത്തകൾ നൽകിക്കൊണ്ട് തന്നെയായിരിക്കും തുടർന്ന് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ പ്രേക്ഷകരുടെ എല്ലാ സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെതിരെ അന്വേഷണത്തിനൊരുങ്ങി CBI. വിജിലൻസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. ഹൈക്കോടതി ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചാലുടൻ അന്വേഷണ സംഘത്തെ നിയോഗിക്കും. ആശമാർക്ക് ഐക്യദാർഢ്യവുമായി സെക്രട്ടേറിയറ്റ് നടയിൽ ഇന്ന് പൗരസാഗരം. സാംസ്കാരിക പ്രവർത്തകർക്കൊപ്പം ആശാവർക്കർമാരും കുടുംബാംഗങ്ങളും പ്രതിഷേധത്തിൽ അണിചേരും. സമരം ഇന്ന് 62ാം ദിനം. മുംബൈ ഭീകരാക്രമണ കേസിൽ തഹാവൂർ റാണയുടെ ചോദ്യം ചെയ്യൽ തുടരാൻ NIA. ഇന്നലെ ചോദ്യം ചെയ്തത് 3 മണിക്കൂർ മാത്രം. വ്യക്തമായ മറുപടി നൽകാതെ റാണ. തമിഴ്നാട് BJPയെ നയിക്കാൻ നയിനാർ നാഗേന്ദ്രൻ. BJP അധ്യക്ഷന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന്. പിന്തുണച്ച് K അണ്ണാമലൈ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്നും നാളെയും കള്ളക്കടൽ പ്രതിഭാസം. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഡൽഹിയിൽ പൊടിക്കാറ്റിൽ 2 മരണം. ധോണി നായകനായി തിരിച്ചെത്തിയ മത്സരത്തിൽ ചെന്നൈക്ക് തോൽവി. കൊൽക്കത്തയുടെ ജയം 8 വിക്കറ്റിന്. തുടർച്ചയായി 5 തോൽവി നേരിട്ട് ചെന്നൈ. ISLൽ കിരീട പോരാട്ടത്തിന് ബംഗളൂരു FC മോഹൻ ബഗാനും. നേരത്തെ ഈ തലക്കെട്ടുകളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒറ്റപ്പെട്ട ശക്തമായ മഴ പലയിടങ്ങളിലുമുണ്ട്. വിഷുവിനോട് അനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ അതിൻ്റെ ഭാഗമായി വരുന്ന മഴയാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യേക ശ്രദ്ധ വേണമെന്നുള്ള കാര്യം എടുത്തു പറയുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, ശബരിമല വിഷു മഹോത്സവത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭക്തരൊക്കെ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു സമയം കൂടിയാണ്. ശബരിമലയിലെ ഒരുക്കങ്ങളിൽ നിന്ന് നമുക്ക് തുടങ്ങാം എന്ന് തോന്നുന്നു. ഇന്നു മുതൽ സന്നിധാനത്ത് വിഷു മേടമാസ പൂജകൾ ആരംഭിക്കുകയാണ്. വിഷുവിനോടനുബന്ധിച്ച് തിരക്ക് വർദ്ധിക്കും എന്നതിനാൽ വലിയ തയ്യാറെടുപ്പുകളാണ് സന്നിധാനത്തെ വിവിധ വിഭാഗങ്ങളും. വിഷു മേടമാസ പൂജകളും പൂർത്തിയാക്കി മാസം 18-നാണ് നട അടയ്ക്കുക. മിഥുൻ മുരളി ചേരുന്നു സന്നിധാനത്ത് നിന്ന്. മിഥുൻ, ഇനി 18-ാം തീയതി വരെ മാത്രമാണ് നട തുറന്നിരിക്കുക. നമുക്കറിയാം, ഇന്നലെ തുടങ്ങി വലിയ തിരക്ക് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ, ഇത് വിഷു ദിവസങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു പീക്കിലേക്ക് എത്തുമെന്ന് നമുക്കറിയാം. എന്തൊക്കെ കാഴ്ചകൾ? അവിടെ മഴയുണ്ടോ? വീണ, മഴയുണ്ട്. വീണ ആദ്യം സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് വേനൽ മഴ ഉണ്ട്. ശബരിമലയിലും മഴയുണ്ട്. ഇന്നലെ ആറാട്ടിന് ശേഷം 1 മണിക്കൂറോളം കനത്ത മഴ പെയ്തു. ഇന്ന് പുലർച്ചെ വരെയും മഴയുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ തുടങ്ങിയ മഴ 5:30 വരെ ഇടപെട്ട് മഴ പെയ്തു. ഇന്ന് രാവിലെയും മേഘാവൃതമാണ് കാലാവസ്ഥ. തണുത്ത അന്തരീക്ഷമാണ് ശബരിമലയിൽ. തണുത്ത അന്തരീക്ഷത്തോടു കൂടിയാണ് ഇന്ന്, തണുത്ത കാലാവസ്ഥയിലാണ് ഇന്ന് എത്തുന്ന ഭക്തജനങ്ങളെല്ലാം അയ്യനെ തൊഴുന്നത്. ഇന്നലെ വരെ തിരുവുത്സവത്തിൻ്റെ പ്രൗഢിയിലായിരുന്നു ശബരിമല സന്നിധാനമെങ്കിൽ, തിരുപ്രഭയിലായിരുന്നു ശബരിമല സന്നിധാനമെങ്കിൽ, ഇനി മുതൽ 6 ദിവസം വിഷു മേടമാസ പൂജകളിലാണ്. വിഷുവിനായിട്ടുള്ള ഒരുക്കത്തിലാണ് ശബരിമല സന്നിധാനം. വിഷുദിനത്തിൽ രാവിലെ 4 മണി മുതൽ വിഷുക്കണി ദർശനം ആരംഭിക്കും.
മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ, പ്രത്യേകിച്ച് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളൊക്കെ കൂടുതലായി എത്തുന്നത് വിഷുക്കാലത്താണ്. നാളെയും നാളെ കഴിഞ്ഞും വലിയ ഭക്തജന തിരക്ക് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ വിവിധ വിഭാഗങ്ങളോട് കൂടുതൽ ക്രമീകരണങ്ങൾ ഒരുക്കാൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഇന്ന് തിരക്കുണ്ട്. ഇന്നലെ മുതൽ 10-ാം തീയതി മുതൽ ആരംഭിച്ച തിരക്ക് ഇന്നും തുടരുന്നു. 18,227 ഭക്തജനങ്ങളാണ് ഇന്നലെ ദർശനം നടത്തിയത്. ഇന്നലെ ദർശനത്തിന് ക്രമീകരണം ഉണ്ടായിരുന്നു. ആകെ 5.5 മണിക്കൂറിനടുത്ത് മാത്രമാണ് രാവിലെയും വൈകുന്നേരവുമായി ഭക്തജനങ്ങൾക്ക് ദർശനത്തിന് സൗകര്യം ഉണ്ടായിരുന്നത്. ബാക്കി സമയത്തൊക്കെ ആറാട്ട് പൂജാ ചടങ്ങുകളൊക്കെ ആയിരുന്നത് കൊണ്ട് തന്നെ ഇത്രയും കുറഞ്ഞ സമയം ആയിരുന്നിട്ട് പോലും 20,000-നടുത്ത് ഭക്തജനങ്ങൾ ഇന്നലെ ദർശനം നടത്തി. ഇന്ന് 25,000-ന് മുകളിലാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ്. ഒപ്പം തന്നെ പമ്പയിൽ സ്പോട്ട് ബുക്കിംഗും ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 30,000-ന് മുകളിൽ ഭക്തജനങ്ങൾ ഇന്ന് ദർശനം നടത്തും എന്നുള്ള വിലയിരുത്തലാണുള്ളത്. ഫ്ലൈ ഓവർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. നേരിട്ടുള്ള ദർശന ക്രമീകരണത്തിന് കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്നത് കൊണ്ട് തന്നെ അത് ക്രമീകരിക്കുന്നതിൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഫ്ലൈ ഓവറിലൂടെ ഭക്തജനങ്ങളെ കടത്തിവിടുന്നു. ഫ്ലൈ ഓവർ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. സന്നിധാനത്തിന്റെ വിവിധ ഭാഗങ്ങളും ഇപ്പോൾ ഭക്തജന സഞ്ചയമായി മാറിയിട്ടുണ്ട്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് സമാനമായി കാണുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ സന്നിധാനത്ത് വിവിധ ഭാഗങ്ങളിൽ കാണുന്നത്. നട തുറന്ന് ആദ്യ ദിവസങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ സന്നിധാനത്തിന്റെ 18-ാം പടിക്ക് താഴെയാണെങ്കിലും മാളികപ്പുറത്തിന്റെ ഭാഗമാണെങ്കിലും അന്നദാന മണ്ഡപമാണെങ്കിലും അവിടെയൊന്നും ഭക്തജന തിരക്ക് ഇല്ലായിരുന്നു, ഒഴിഞ്ഞ അവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് എങ്ങനെയാണോ സന്നിധാനം ഉള്ളത് അതുപോലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ അന്നദാന മണ്ഡപത്തിന്റെ ഭാഗങ്ങൾ, മാളികപ്പുറത്തിന്റെ സമീപത്തുള്ള സ്ഥലങ്ങൾ, 18-ാം പടിക്ക് താഴെ അരവണ കൗണ്ടറിന് മുന്നിലുള്ള ഭാഗങ്ങൾ, ഈ ഭാഗങ്ങളിലെല്ലാം വലിയ ഭക്തജന തിരക്കാണ്, ഭക്തജന സഞ്ചയമാണ് അനുഭവപ്പെടുന്നത്. എത്തുന്ന ഭക്തജനങ്ങൾ കൂടുതൽ സമയം സന്നിധാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തങ്ങാൻ ശ്രമിക്കുന്നതും കൂടുതൽ തിരക്ക് ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നുണ്ട്. ഇനി നാളെയും നാളെ കഴിഞ്ഞും വലിയ തിരക്ക്, പ്രത്യേകിച്ച് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളൊക്കെ കൂടുതലായി എത്തുന്നതിനുള്ള സാധ്യതകളും ഉണ്ട്. എല്ലാ വർഷവും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം കഴിഞ്ഞാൽ കൂടുതൽ ഭക്തജനങ്ങൾ ഒരു വിശേഷാവസരത്തിൽ എത്തുന്നത് വിഷുവിനാണ്. വിഷുക്കണി ദർശനത്തിനുമൊക്കെയായിട്ട് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ കൂടുതലായി നാളെയും നാളെ കഴിഞ്ഞുമായി എത്തും. ഇന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ കൂടുതലായി എത്തുന്നുണ്ട്. 10-ാം തീയതിക്ക് ശേഷമാണ് അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ കൂടുതലായി സന്നിധാനത്തേക്ക് എത്തുന്നത്. 10-ാം തീയതി വരെ മലയാളികളായിരുന്നു കൂടുതലായി ഉണ്ടായിരുന്നതെങ്കിൽ ഈ ദിവസങ്ങളിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ട്. മാളികപ്പുറങ്ങൾ കൂടുതലായി എത്തുന്നുണ്ട്, കുഞ്ഞു മാളികപ്പുറങ്ങൾ കൂടുതലായി എത്തുന്നുണ്ട്, കുഞ്ഞു അയ്യപ്പന്മാർ കൂടുതലായി എത്തുന്നുണ്ട്. അങ്ങനെ ഇനി തിരക്കിന്റെ ദിവസങ്ങളാണ്. ശബരിമല സന്നിധാനം വൈകിട്ട് ദീപാരാധന, പടിപൂജ അടക്കമുള്ള പതിവ് പൂജകൾക്ക് ശേഷം തിരക്ക് വർദ്ധിക്കുകയാണെങ്കിൽ 11 മണിയോട് അനുബന്ധിച്ചായിരിക്കും ഹരിവരാസനം പാടി നടയടയ്ക്കുക. ഭക്തർക്ക് ദർശന സമയം നീട്ടി നൽകുന്നതിന് വേണ്ടിയാണ് 1 മണിക്കൂറുടെ നീട്ടി നൽകി 11 മണിയോടുകൂടി, തിരക്കുള്ള ദിവസങ്ങളിൽ 11 മണിയോടുകൂടി ഹരിവരാസനം പാടി നടയടയ്ക്കുകയും ചെയ്യും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ഭാഗങ്ങളും ഇപ്പോൾ മാസപൂജാ സമയത്ത് തിരക്ക് കൂടുതലുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണോ ശബരിമല സന്നിധാനത്ത് കൂടുതൽ ഭക്തജന സഞ്ചയം എല്ലായിടത്തും തമ്പടിക്കുന്നത്, അതിന് സമാനമായ കാഴ്ചയാണ് ശബരിമലയിൽ നിന്നും ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഇന്നലെ മുതൽ 10-ാം തീയതി മുതൽ കാണാൻ സാധിക്കുന്നത്. ഫ്ലൈ ഓവർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണാം. ആ ഫ്ലൈ ഓവറിന്റെ മുഴുവൻ ഭാഗങ്ങളിലും മുഴുവൻ സമയവും ദർശനം ഉള്ള സമയത്തെല്ലാം ഫ്ലൈ ഓവർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. താഴെ നടപ്പന്തലിലും തിരക്കുണ്ട്. ഓരോ ഘട്ടമായിട്ട് ഇത്ര ഭക്തജനങ്ങളെ വെച്ച് 80 ഭക്തജനങ്ങളെയാണ് മിനിറ്റിൽ 18-ാം പടി കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ നടപ്പന്തലിൽ നിന്നും 18-ാം പടി കയറാൻ ഭക്തജനങ്ങൾക്ക് അനുവാദം ക്രമീകരിക്കുന്നു. ഒപ്പം തന്നെ ഫ്ലൈ ഓവറിന് മുകളിലുള്ള ഭക്തജനങ്ങൾ ദർശനം നടത്തുന്നതിനനുബന്ധിച്ച് തന്നെ താഴെ നിന്നും നടപ്പന്തലിൽ നിന്നും ഭക്തജനങ്ങളെ കയറ്റിവിട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ദർശന ക്രമീകരണം, തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള ഒരു ദർശന ക്രമീകരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ ക്രമീകരണങ്ങൾ വിവിധ വിഭാഗങ്ങളോട്, അത് പോലീസ് സേന, KSRTC അടക്കമുള്ള ആരോഗ്യ വിഭാഗം അടക്കമുള്ള മുഴുവൻ വിഭാഗങ്ങളോടും കൂടുതൽ ഭക്തജന തിരക്ക് ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലിൽ കൂടുതൽ ക്രമീകരണങ്ങൾ വിപുലപ്പെടുത്തിക്കൊണ്ട് തയ്യാറായിരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. എന്തായാലും ഇനി വിഷുവിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത, കൂടുതൽ ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് ഉണ്ടാകും എന്നുള്ള സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് ഈ 10-ാം തീയതിക്ക് ശേഷം ഈ രീതിയിൽ തന്നെ വലിയ രീതിയിലുള്ള തിരക്ക് ഉണ്ടാകുന്നത്. തിരക്ക് കുറയുന്ന സമയങ്ങളിൽ, ഏതെങ്കിലും സാഹചര്യത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ തിരക്ക് കുറയുവാണെങ്കിൽ ഈ നേരിട്ടുള്ള ദർശന രീതിയും ദർശന സംവിധാനവും ക്രമീകരിക്കും. 2 ദർശന സംവിധാനവുമുണ്ട്. പക്ഷേ 10-ാം തീയതിക്ക് ശേഷം ആ നേരിട്ടുള്ള ദർശന ക്രമീകരണം അത്ര വിപുലമാവുകയില്ല. കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ, അതുകൊണ്ട് വെർച്വൽ ഫ്ലൈ ഓവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ദർശനം ക്രമീകരിക്കുന്ന സംവിധാനമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ മുൻപോട്ട് പോവുകയുള്ളൂ എന്നുള്ളതാണ് കരുതുന്നത്.
മഴ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഴയുണ്ട്. മേഘാവൃതമായ കാലാവസ്ഥയാണ് രാവിലെ സന്നിധാനത്ത്. ഇനിയുള്ള മണിക്കൂറുകളിലും മഴയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുലർച്ചെ 5:30 വരെ ഇടവിട്ടുള്ള മഴയാണ് രാത്രിയിൽ പെയ്തത്. തണുത്ത കാലാവസ്ഥയാണ്, തണുത്തുറഞ്ഞു നിൽക്കുകയാണ് സന്നിധാനം. വീണ. ശരി മിഥുൻ, അത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. അവിടുത്തെ ഒരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, എം എബ്രഹാമിൻ്റെ CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നൊരു കാര്യമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനോട് അടുത്ത വൃത്തങ്ങളിലാണ് ഈ ഇത്തരത്തിൽ അന്വേഷണം കൂടുതലായി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയുമാണ്. ഇപ്പോൾ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായ CBI അന്വേഷണം ഉത്തരവ് വന്നതോടുകൂടിയാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് പിണറായി വിജയൻ എത്തുന്നത്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന പരാതിയിലാണ് CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ശാലിനി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ശാലിനി, ഇതൊരു വിലയിരുത്തലിലേക്ക് പോകുന്ന ഒരു സമയം കൂടിയാണ്. ഈ വിഷയത്തിൽ അനധികൃത സ്വത്ത് സമ്പാദനം പലയിടങ്ങളിലായി ഉണ്ട് എന്ന് കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരാതിക്കാരനായ ജോമോൻ പുത്തൻപുരയ്ക്കൽ ഒരു കേസ് ഫയൽ ചെയ്യുന്നു. അതിൽ അന്നത്തെ ചീഫ് സെക്രട്ടറി തോമസ് ജേക്കബ് ഈ വിഷയം അന്വേഷിക്കുന്നു. അതിനുശേഷം സംസ്ഥാന വിജിലൻസ് അന്വേഷിക്കുന്നു. ഇതിൽ തെളിവില്ല എന്ന് കണ്ട് സ്വാഭാവികമായും ആ തെളിവില്ല എന്ന് കണ്ട് അന്വേഷണം അവസാനിപ്പിക്കുന്ന സാഹചര്യം. പക്ഷേ തെളിവുകൾ പരാതിക്കാരൻ്റെ കയ്യിലുള്ളപ്പോൾ അദ്ദേഹം കോടതിയെ സമീപിക്കുകയും കോടതി ആദ്യം തന്നെ ഇതിനെ സംശയത്തിൻ്റെ നിഴലിലാണെത്തിയത്. എങ്ങനെ ഇങ്ങനൊരു നിലപാടെടുക്കാൻ കഴിഞ്ഞു സംസ്ഥാന വിജിലൻസിന് എന്നടക്കമുള്ള കാര്യങ്ങൾ. ഇത് ഈ അധികാര കേന്ദ്രങ്ങളിൽ തന്നെ ഇങ്ങനെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയും കേസുകൾ, അന്വേഷണ ഏജൻസികൾ കേസുകളെടുത്ത് മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ സർക്കാരിനൊരു കുലുക്കവുമില്ല. ഇതൊക്കെ സ്വാഭാവികമാണെന്ന് അദ്ദേഹം കരുതുന്നുവോ? വീണ, ഒരു ഉന്നത പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്നു, ഇപ്പോൾ കിഫ്ബിയുടെ തലപ്പത്തിരിക്കുന്നു. അങ്ങനെ പരമോന്നത സ്ഥാനങ്ങളിലെല്ലാം ഇരുന്നൊരു വ്യക്തിയാണ് സ്വത്ത് സമ്പാദന കേസിൽ ഇത്തരത്തിൽ CBI അന്വേഷണം നേരിടണം എന്നുള്ളൊരു നിർണായക സുപ്രധാനമായിട്ടുള്ള വിധി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. 2015 മെയ് 25-നാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതിയുമായി ജോമോൻ പുത്തൻപുരയ്ക്കൽ അല്ലെങ്കിൽ ഹർജിയുമായി തന്നെ കോടതിയിലേക്ക് എത്തുന്നത്. അതിനു മുൻപ് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ളവർക്ക് പരാതി നൽകിയിരുന്നു. നിരവധി ഇടങ്ങളിൽ പരാതി നൽകിയ പരാതികളൊന്നും പരിഹരിക്കപ്പെടാതെ വന്നപ്പോൾ കൂടിയാണ് കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ജോമോൻ പുത്തൻപുരയ്ക്കൽ സ്വീകരിക്കുകയും ചെയ്തത്. ആദ്യഘട്ടങ്ങളിൽ അന്നത്തെ ചീഫ് സെക്രട്ടറി അന്വേഷണം നടത്തി, പിന്നീട് വിജിലൻസിന്റെ ത്വരിത പരിശോധന നടത്തി. പരിശോധനയിലൊന്നും ഒന്നും കണ്ടെത്താനായില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ CBIയുടെ നിർണായകമായ അന്വേഷണം ഈ കേസിൽ നടത്തണം. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയായ KM എബ്രഹാമിനെതിരെ CBIയുടെ അന്വേഷണം വേണമെന്നൊരു നിർണായക തീരുമാനത്തിലേക്ക് ഒപ്പം തന്നെ വിധിയിലേക്ക് ഹൈക്കോടതി എത്തുകയും ചെയ്തിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ രീതിയിലുള്ളൊരു തിരിച്ചടിയാണ്. കാരണം ഇപ്പോഴും സർക്കാരിൻ്റെ പദവിയിലിരിക്കുന്ന അല്ലെങ്കിൽ സുപ്രധാനമായിട്ടുള്ള ചില പദവികൾ കൈയാളുന്ന ഒരു വ്യക്തി അനധികൃതമായി സ്വത്ത് സമ്പാദനം നടത്തി. അദ്ദേഹം ഈ ചുമതലയിൽ ഇരിക്കുമ്പോൾ തന്നെ ആ CBI അന്വേഷണം നേരിടണമെന്നുള്ളൊരു വിധി ഇടത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തിരിച്ചടിയായി തന്നെ കണക്കാക്കേണ്ടി വരുന്നു. കാരണം മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ്. പല ഘട്ടങ്ങളിലും മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ച ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. കൂടാതെ സർക്കാർ എപ്പോഴും ഉയർത്തിക്കാട്ടുന്ന കിഫ്ബി എന്ന് പറയുന്ന കിഫ്ബിയുടെ തലപ്പത്ത് കിഫ്ബിയുടെ CEO ആയി അദ്ദേഹം ചുമതല വഹിക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു അന്വേഷണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ്. ഹർജിക്കാരൻ 2015 ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം, അതായത് പ്രതിമാസം ലഭിക്കുന്ന ശമ്പളത്തെക്കാൾ കൂടുതൽ തുക ലോൺ അടയ്ക്കുന്നു ഇദ്ദേഹം. ഇത് എവിടെ നിന്നാണ് ഇദ്ദേഹത്തിന് ഈ പണം കിട്ടിയത് എന്നുള്ളൊരു ചോദ്യമാണ് അദ്ദേഹം ഈ ഹർജിയിലൂടെ ചോദിക്കുന്നത്. അത് മാത്രമല്ല, ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സ്വത്ത് സമ്പാദനം KM എബ്രഹാം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ പരാതിക്കാരൻ ഉയർത്തിക്കാട്ടുന്നത്. ആദ്യഘട്ടങ്ങളിൽ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകി. മുഖ്യമന്ത്രി അന്ന് ഉമ്മൻചാണ്ടിയായിരുന്നു. ഉമ്മൻചാണ്ടിക്ക് പരാതി നൽകി, വിജിലൻസിന് പരാതി നൽകി. ഈ പരാതികളൊന്നും തന്നെ കാര്യമായി പരിശോധിച്ചിട്ടില്ല എന്നുള്ളത് കൂടി ഇപ്പോൾ കോടതിയുടെ മുൻപിൽ തെളിഞ്ഞിരിക്കുകയാണ്. കോടതി അതടക്കം ചൂണ്ടിക്കാട്ടുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു ഉന്നത സർക്കാർ പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ ഇത്തരത്തിലൊരു പരാതി ഉയരുമ്പോൾ ആ പരാതി എങ്ങനെ ഇത്തരത്തിൽ ദ്രുതഗതിയിൽ അന്വേഷണം പൂർത്തിയാക്കി, കൃത്യമായി എന്തുകൊണ്ട് അതിൽ അന്വേഷണം നടന്നില്ല, അതിൻ്റെ നിജസ്ഥിതികൾ കണ്ടെത്തിയില്ല എന്നുള്ള ചോദ്യം കോടതി തന്നെ ചോദിക്കുന്നു എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ക്ഷീണം ഉണ്ടാക്കുന്നുണ്ട്. അത് ഇടത് വലത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ക്ഷീണം ഉണ്ടാക്കും എന്നുള്ളതിൽ ഒരു രീതിയിലുള്ള സംശയമില്ല. എന്തായാലും ആസ്തി ബാധ്യത കണക്കിൽ ഭാര്യയുടെയും മക്കളുടെയും സ്വത്ത് വിവരം നൽകിയില്ലെന്നും
ഒപ്പം തന്നെ നിയമവിരുദ്ധമായി സ്വത്ത് സമ്പാദിച്ചെന്നുമായിരുന്നു ഈ ഒരു പരാതിയിൽ പറയുന്നത്. അപ്പോൾ ഈ അന്വേഷണം അടക്കം ഇനി വരുന്ന CBIയുടെ അന്വേഷണത്തിൽ പരിധിയിൽ വരുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും അന്ന് ചീഫ് സെക്രട്ടറി അന്വേഷിച്ചതും അതിൻ്റെ അവസാനം എന്തായി, അതിൻ്റെ റിപ്പോർട്ട് എന്തായിരുന്നു, കൂടാതെ വിജിലൻസ് ഏതെല്ലാം തലത്തിലൂടെ ഏതെല്ലാം തരത്തിലായിരുന്നു ആ കേസ് അന്വേഷിച്ചത്, ഇതടക്കമുള്ള രേഖകൾ പരിശോധിച്ചായിരിക്കും ഇനി CBI അന്വേഷണം KM എബ്രഹാമിലേക്ക് നീങ്ങുക എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും സർക്കാർ പ്രതിരോധത്തിലാവുകയാണ്. ഒരു ഉന്നത ഉദ്യോഗസ്ഥന് ക്ലീൻ ചിറ്റ് നൽകിയതിലും ഇത്രയും നാൾ അതിൽ സംരക്ഷിച്ചതിലും ഒപ്പം തന്നെ സ്വത്ത് സമ്പാദനത്തിനും ഒരു ഉന്നത പദവിയിൽ ഇരുന്നുകൊണ്ട് ഇത്രയധികം സ്വത്ത് സമ്പാദനം നടത്തി മറ്റുള്ളവരെ പറ്റിച്ചതിലടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ വലിയ രീതിയിലുള്ള ക്ഷീണത്തിലേക്ക് ഈ ഒരു അന്വേഷണത്തോടെ കടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, വിലയിരുത്താൻ കഴിയുന്നത്. വീണ. ശരി ശാലിനി, ഏതായാലും സംസ്ഥാന സർക്കാരിലെ ഒരു സൂപ്പർ പവറായി വിലസിക്കൊണ്ടിരിക്കുകയാണ് KM എബ്രഹാം ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം വരുമ്പോൾ എങ്ങനെ സർക്കാർ പ്രതിരോധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അനധികൃതമായ ഒരു വൻ സമ്പാദ്യം തന്നെ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിന് ആവശ്യമായ രേഖകളും ഈ പരാതിക്കാരൻ സമർപ്പിച്ചിട്ടുണ്ട്. മുംബൈയിലും തിരുവനന്തപുരത്തും യഥാക്രമം 3ഉം 1ഉം കോടി രൂപ മൂല്യമുള്ള ഫ്ലാറ്റുകൾ, കൊല്ലത്ത് 8 കോടി രൂപ മൂല്യമുള്ള ഷോപ്പിംഗ് മാള്, ഇതെല്ലാം അദ്ദേഹത്തിനുണ്ട്. ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റച്ചട്ടപ്രകാരം വർഷം തോറും ഈ സ്വത്ത് വിവരങ്ങൾ സമർപ്പിക്കണം. അതിലൊക്കെയും പക്ഷേ ഒരു ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഭാര്യയുടെ പേരിലുള്ള സ്വത്തുക്കളുടെ കാര്യത്തിലും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. അത് പൂർണ്ണമായും മറച്ചു വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് മാത്രമല്ല, ഈ വരവിനേക്കാൾ കൂടുതൽ തുക എങ്ങനെയാണ് ലോൺ അടയ്ക്കുന്നത് എന്നുള്ള സംശയങ്ങളൊക്കെയും കോടതി ഉന്നയിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ പൂർണ്ണമായ രീതിയിലും സംശയത്തിന് നിലനിൽക്കുന്ന ഒരാളാണ്. CBI കേസ് ഏറ്റെടുക്കുമ്പോൾ ഇന്ന് ഉത്തരവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുശേഷമായിരിക്കും അന്വേഷണ സംഘം രൂപീകരിക്കുകയും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക. വലിയ പ്രതിരോധത്തിലേക്കായിരിക്കും സംസ്ഥാന സർക്കാർ വീണ്ടും കടക്കുക. മറ്റൊരു കേസ് കൂടി. ഇനി നമുക്ക് കരുവന്നൂർ കള്ളപ്പണ കേസിലേക്ക് പോകാം. അതിൽ കുറ്റപത്രം തയ്യാറാകുകയാണ്. തട്ടിപ്പ് നടന്ന കാലഘട്ടത്തിൽ ജില്ലാ സെക്രട്ടറിമാരും പ്രതികളായേക്കുമെന്ന് അറിയുന്നു. നേരിട്ട് ഇടപെടലുകൾ നടത്തിയവരെ പ്രതികളും മറ്റ് നേതാക്കളെ സാക്ഷികളുമാക്കാനാണ് തീരുമാനം. കിരൺ ചേരുന്ന വിവരങ്ങളുമായി. കിരൺ, എന്താണ് ഈ കുറ്റപത്രത്തിൽ അതിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാവാനാണ് സാധ്യത? വീണ, ഈ കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ മുൻ മന്ത്രിയായിട്ടുള്ള K. രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഇപ്പോഴേതായാലും ഇതിലെ 2ാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കാനായിട്ട് ED തയ്യാറാകുന്നത്. ഏതായാലും നേരത്തെ ഈ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിമാരായിട്ടുള്ള CPMൻ്റെ മുൻ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിമാരായിട്ടുള്ള ആളുകളെയൊക്കെ ചോദ്യം ചെയ്തിരുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇവരെ കൂടി പ്രതി ചേർക്കുകയോ അല്ലെങ്കിൽ ഇവരെ സാക്ഷിയാക്കിക്കൊണ്ടോ മാറ്റിക്കൊണ്ടായിരിക്കാം ഏതായാലും ഈ കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2011 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പുകൾ നടന്നിട്ടുള്ളത് എന്നാണ് കണ്ടെത്തിയിരുന്നത്. ഈ കാലഘട്ടത്തിൽ CPMൻ്റെ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന K. രാധാകൃഷ്ണൻ, ഒപ്പം തന്നെ MM വർഗീസ് നിലവിലെ ജില്ലാ സെക്രട്ടറി, ഒപ്പം തന്നെ മുൻ ഇത്തരത്തിലുള്ള മുൻ ജില്ലാ സെക്രട്ടറിമാരെല്ലാം തന്നെ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നതാണ്. ഇതിൻ്റെ എല്ലാം കൂടി അടിസ്ഥാനത്തിലാണ് ഏതായാലും ഇവരെ പ്രതിപട്ടികയിൽ അല്ലെങ്കിൽ സാക്ഷികളാക്കി മാറ്റാനായിട്ടുള്ള ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. ഈ തട്ടിപ്പിൻ്റെ വിവരങ്ങൾ നേരിട്ടറിയാവുന്നവരും തട്ടിപ്പിൽ നേരിട്ട് പങ്കാളികളായിട്ടുള്ള CPM നേതാക്കളെ പ്രതികളാക്കാനും മറ്റ് ആളുകൾ, അതായത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാമായിരുന്ന ആളുകളെ സാക്ഷികളാക്കാനുമാണ് ഏതായാലും തീരുമാനമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, നേരത്തെ ഈ K. രാധാകൃഷ്ണൻ അടക്കം ചോദ്യം ചെയ്തതിൽ നിന്ന് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം, പാർട്ടിക്ക് നേരിട്ട് ഇതിൽ ജില്ലാ കമ്മിറ്റിക്ക് നേരിട്ട് ഇതിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ K. രാധാകൃഷ്ണന് അറിവില്ല. അദ്ദേഹം അത്തരത്തിലൊരു അക്കൗണ്ട് ഇല്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ലോക്കൽ കമ്മിറ്റികൾക്കോ ഏരിയ കമ്മിറ്റികൾക്കോ അക്കൗണ്ട് ഉണ്ടാകാനുള്ള സാധ്യതയും K. രാധാകൃഷ്ണൻ തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ K. രാധാകൃഷ്ണൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരിട്ടുള്ള അറിവുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ K. രാധാകൃഷ്ണനെ ഈ കേസിൽ സാക്ഷിയാക്കാനുള്ള സാധ്യത തന്നെയാണ് വ്യക്തമാകുന്നത്. വീണ. ഓക്കെ, ശരി കിരൺ. തുടക്കത്തിൽ നമ്മൾ മറ്റൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു, മഴ പലയിടത്തും വരാനുള്ള സാധ്യത, ചില മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നതൊക്കെ. ഏതായാലും തലസ്ഥാനത്ത് ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു. അപ്പോൾ അതിൻ്റെ വിവരങ്ങളിലേക്ക് നമുക്ക് നോക്കാം. താഴത്തെ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നു ഇതിനോടകം തന്നെയെന്നാണ് അറിയുന്നത്. മഴയ്ക്കൊപ്പം ഇടിമിന്നലും ശക്തമായിട്ടുണ്ട്. 5 ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയുന്നു. ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, അതിരാവിലെ തന്നെ നല്ല കനത്ത മഴ കണ്ടാണ് തലസ്ഥാനവാസികൾ ഉണർന്നത്. പലരും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കട്ടിലിൽ നിന്ന് താഴെ കാലെടുത്ത് വെച്ചപ്പോഴേക്കും വെള്ളം നനഞ്ഞ അവസ്ഥയായിരിക്കാം. കാരണം ഒരു മഴയിൽ തന്നെ
താഴ്ന്ന ഇടങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങുന്നൊരു സാഹചര്യം ഇപ്പോൾ തലസ്ഥാനത്തുണ്ട്. അത് ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ വലിയ പ്രഖ്യാപനങ്ങൾ നടക്കുമ്പോഴും അത് എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുപോലൊരു മഴയൊക്കെ പെയ്യുമ്പോഴാണ്. ആദ്യം അതിൻ്റെ വിവരങ്ങൾ പറയൂ, തുടർന്ന് മറ്റിടങ്ങളിലുള്ള മുന്നറിയിപ്പുകളും. വീണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഉറങ്ങാൻ കിടന്നപ്പോൾ ശക്തമായ ചൂട്, വേനൽ ചൂടിലൊക്കെയാണ് തലസ്ഥാനവാസികളടക്കം കിടന്നതെങ്കിൽ രാവിലെ എണ്ണീറ്റത് നല്ല ഇടിവെട്ടിയുള്ള മഴയിലാണ്. എന്തായാലും തലസ്ഥാന ജില്ലയിൽ താഴ്ന്ന മേഖലയിലും ഒപ്പം തന്നെ കിഴക്കൻ മലയോര മേഖലകളിലും ഒക്കെ വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ശക്തമായ മഴയാണ് രാവിലത്തെ 4-5 മണിക്കൂറിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും മഴ തുടരുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനാണ്. രാവിലെയൊക്കെ ഇവിടെ പല മേഖലകളിലും വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. ഇപ്പോൾ നഗരസഭയുടെ ജീവനക്കാർ വന്ന് ഓടകളൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്, വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എങ്കിൽ പോലും വരുന്ന മഴയിൽ അത് ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. വീണ സൂചിപ്പിച്ചതുപോലെ തലസ്ഥാനത്ത് ഒരു മഴ പെയ്താൽ തന്നെ അപ്പോൾ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു, വീടുകളിലേക്ക് വെള്ളം കയറുന്ന ആ ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതുകൂടാതെ വരും മണിക്കൂറിലും ശക്തമായ മഴ തുടരും കേരളത്തിൽ എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. ഒപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസം കൂടി വരുന്ന 2 ദിവസം കൂടി തുടരും തീരദേശ മേഖലകളിൽ എന്നുള്ള മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ഒപ്പം തന്നെ ആലപ്പുഴ, കോട്ടയം, മലപ്പുറം ഉൾപ്പെടെയുള്ള 5 ജില്ലകളിൽ ഈ വരുന്ന 3 മണിക്കൂറിൽ അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിട്ടുള്ളത്. 30 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവരും മലയോര മേഖലകളിൽ താമസിക്കുന്നവരും ഒക്കെ ജാഗ്രത പാലിക്കണം. ഈ മരങ്ങളുടെ അടിയിലൊക്കെ കൊണ്ടുവന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്തവരൊക്കെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണം എന്നുള്ളൊരു മുന്നറിയിപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. കൂടാതെ അതിശക്തമായ ഇടിയും മിന്നലും തലസ്ഥാനത്തടക്കം ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ നൽകുകയാണ്. ഇടിമിന്നലേറ്റുള്ള മരണങ്ങളൊക്കെ കഴിഞ്ഞ വേനൽമഴ സമയത്ത് നമ്മൾ കണ്ടതാണ്. പുറത്ത് ജോലി ചെയ്യുന്നവരടക്കമുള്ളവർ ആ ജാഗ്രത തുടരണം എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിലും നൽകുന്നുണ്ട്. എന്തായാലും ശക്തമായ മഴ തുടരുകയാണ്, തലസ്ഥാന ജില്ലയിൽ തുടരുന്നുണ്ട്. ഒപ്പം തന്നെ 10 മണിക്കാണ് പുതുക്കിയ മഴ മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകേണ്ടത്. ആ സമയത്ത് ഒരു പക്ഷേ കൂടുതൽ ജില്ലകൾക്ക് അലേർട്ട് മാറാനുള്ള സാധ്യതകൾ കൂടി ഉണ്ട്. എന്തായാലും വേനൽ മഴ തലസ്ഥാനം അടക്കമുള്ള തെക്കൻ കേരളത്തിലെ ജില്ലകളിൽ അതിശക്തമാകുന്നു എന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ഒപ്പം തന്നെ ശക്തമായ ഇടിക്കും ശക്തമായ മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് കൂടി ഈ മണിക്കൂറിൽ നിലനിൽക്കുന്നുണ്ട്. വീണ. ഓക്കെ, ശരി ശാലിനി. ഈ വേനൽ മഴ അത്ര നല്ല മഴയല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് രോഗവാഹിനി കൂടിയാണ്. എല്ലായിടത്തും ഈ ചെറിയ രീതിയിലുള്ള പനിയും വലിയ രീതിയിലുള്ള പനിയും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. തൊണ്ടവേദന തുടങ്ങിയുള്ള പ്രശ്നങ്ങളൊക്കെയും എല്ലാവർക്കും ഉണ്ട്. കാരണം ഈ കടുത്ത ചൂടും പിന്നീട് അങ്ങോട്ട് കനത്ത മഴയും ഒക്കെ വരുമ്പോൾ, ഇത് മാത്രമല്ല അന്തരീക്ഷം എത്രത്തോളം മോശമായിരിക്കുന്നൊരു സാഹചര്യമാണെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തിൽ പെയ്യുന്ന മഴയാണ്. ആ മഴയിൽ രോഗവാഹിനിയാകാനുള്ള സാധ്യത കൂടിയുണ്ട്. പിന്നെ ഇനി മഴ പെയ്ത് താഴെ വന്നാലും നമുക്കറിയാം മാലിന്യം കുന്നുകൂടി കിടക്കുന്നത്, അതിൽ കൂടി ഒഴുകി വരുന്ന വെള്ളമാണ് നമ്മുടെ കാലിലൂടെ കയറി ഇറങ്ങി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഒരു രോഗങ്ങൾക്കുള്ള സാധ്യതകൾ വയ്ക്കുന്നതാണ്. ഈ എലിപ്പനി പോലെയുള്ള ചിക്കുൻഗുനിയ പോലെയുള്ള രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യത വലിയ രീതിയിലുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി രാജ്യതലസ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പൊടിക്കാറ്റ് വീശിയടിച്ചിരിക്കുകയാണ്. ഡൽഹി NCR മേഖലകളിലാണ് നാശം വിതച്ചത്. പൊടിക്കാറ്റിൽ 2 പേരുടെ ജീവൻ പൊലിഞ്ഞു. 5 പേർക്ക് പരിക്കേറ്റതായും വിവരമുണ്ട്. മണിക്കൂറിൽ 85 കിലോമീറ്റർ വേഗത്തിലാണ് ഈ കാറ്റ് വീശിയത്. വൻ നാശനഷ്ടങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഗതാഗതം തടസ്സപ്പെട്ടു. നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ട്. മോശം കാലാവസ്ഥ ഇങ്ങനെ തുടർന്നത് കാരണം 15-ലധികം വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്ന സാഹചര്യവും ഡൽഹിയിലുണ്ടായി. കമന്റ് ബോക്സിൽ നമ്മുടെ അജീഷ് കുമാർ പറയുന്നു, വേനലിൽ മഴയുടെ കാഴ്ച വല്ലാത്തൊരു കുളിരാണ്. കൂടുതൽ മഴക്കാഴ്ചകൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുമെന്ന്. തീർച്ചയായും. പക്ഷേ നമ്മൾ ക്യാമറ ആംഗിൾ വയ്ക്കുമ്പോൾ ഇങ്ങനെ മുകളിലേക്ക് മാത്രം വെക്കാൻ കഴിയില്ലല്ലോ. താഴേക്ക് കൂടി വരുന്നൊരു സാഹചര്യത്തിൽ പക്ഷേ അത്ര സുഖകരമല്ലാത്ത കുറേ കാഴ്ചകൾ കൂടി നിങ്ങളെ കാണിക്കേണ്ടി വരും. മാലിന്യമൊക്കെ ഇങ്ങനെ ഒഴുകി നടക്കുന്നത്. അതിരാവിലെ അത്തരം ദൃശ്യങ്ങളിലേക്കൊക്കെ അധികം പോകണ്ടെന്ന് വിചാരിച്ചാണ് കൂടുതൽ ആ ദൃശ്യങ്ങളിലേക്ക് പോകാതിരുന്നത്. ഏതായാലും താങ്കൾ സൂചിപ്പിച്ചതുപോലെ വേനൽ മഴ ഒരു കുളിർ കൂടിയാണ്. പക്ഷേ അത് കുളിർ ചില അസുഖങ്ങൾ കൂടി കൊണ്ടുവരും. സൂക്ഷിക്കുക, നേരത്തെ സൂചിപ്പിച്ചതുപോലെ. നമ്മൾ ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, വീടുകളിലെ അനാരോഗ്യകരമായ പ്രസവങ്ങളിലും വാക്സിൻ വിരുദ്ധ പ്രചാരണങ്ങളിലും മുസ്ലിം ലീഗ് മൗനം പാലിക്കുകയാണ്. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. തീവ്ര മുസ്ലിം സംഘടനകൾക്ക് മുന്നിൽ ലീഗ് നേതൃത്വം കീഴടങ്ങുകയാണെന്ന വിമർശനമാണ് ശക്തമാകുന്നത്.
ദിസ്ന സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ് കോഴിക്കോട് നിന്ന്. ദിസ്ന, ഈ വിഷയത്തിലൊക്കെയും അല്ലെങ്കിൽ മറ്റ് നിലപാടുകളിലുമൊക്കെ നിഷ്പക്ഷത പാലിക്കുന്നു എന്ന എപ്പോഴും പറയുന്ന ഒരു സംഘടനയാണ് മുസ്ലിം ലീഗ്. പക്ഷേ ഇതുപോലൊരു വിഷയം വരുമ്പോൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? ഈ വിഷയത്തിൽ എന്താണ് ലീഗിൻ്റെ നിലപാട് എന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. നേതാക്കൾ ആരും തന്നെ പ്രതികരിക്കുന്നില്ലേ? തീർച്ചയായും വീണ, നമുക്കറിയാം ഈ വീട്ടിലെ പ്രസവവുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ ഉൾപ്പെടെ ജനം TV ആണ് ആദ്യം വിവരാവകാശ നിയമപ്രകാരം പുറത്തു കൊണ്ടുവന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഈ മുസ്ലിം സംഘടനകളുടെ നേതാക്കളുമായി പ്രതികരണത്തിന് ശ്രമിച്ചപ്പോഴും ആ സംഭവവുമായി ബന്ധപ്പെട്ട് മൗനം തുടരുന്ന ഒരു രീതിയാണ് ഈ മുസ്ലിം നേതാക്കളൊക്കെ തന്നെയും അല്ലെങ്കിൽ മുസ്ലിം സാമുദായിക നേതാക്കളൊക്കെ തന്നെയും പിന്തുടർന്നിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ വീട്ടിൽ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് അഭിനന്ദനം അല്ലെങ്കിൽ അഭിനന്ദിക്കുന്ന ഒരു ചടങ്ങ് ഉൾപ്പെടെ ഒരു പൊതുവേദിയിൽ വെച്ച് നടത്തിയത്. അതിനെയൊക്കെ തന്നെയും വലിയ രീതിയിൽ വിമർശിച്ചും അതിനെ പിന്തുണച്ചും ഒക്കെ തന്നെയും നിരവധി ആളുകൾ രംഗത്ത് വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ലീഗിന്റെ നിലപാട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് നിലപാട് എന്ന് ചോദിക്കുമ്പോൾ വ്യക്തമായ ഒരു മറുപടി അല്ലെങ്കിൽ അതിന് ഉത്തരം തരാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്കറിയാം, മലപ്പുറത്ത് സമാനമായ രീതിയിൽ പ്രസവത്തിനിടെ യുവതി മരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായ ഒരു സാഹചര്യമാണ്. അതിനുശേഷം മാത്രമാണ് ഈ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു പ്രതികരണം പോലും ഈ വിഷയത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതിൽ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് വീട്ടിലെ പ്രസവം ഏറ്റവും ദോഷകരമായ ഒരു സംഭവം ആണ്, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ്. നമുക്കറിയാം, ആരോഗ്യ മേഖല ഇത്രയേറെ പുരോഗമിക്കുന്ന ഈ കാലഘട്ടത്തിലും ഇത്തരത്തിൽ വീട്ടിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകൾ സമൂഹത്തിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പല വിഷയങ്ങളിലും ഇത്തരത്തിൽ കൃത്യമായ നിലപാടുകൾ പറയുവാൻ ലീഗുമായി ബന്ധപ്പെട്ട ആളുകളോ തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും വ്യക്തമായി തുടരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വഖഫ് ഭേദഗതി ബില്ലിന് സമാനമായി അല്ലെങ്കിൽ ബില്ലിന്റെ പേരിൽ ഉണ്ടാകുന്ന പ്രതിഷേധത്തിൽ വലിയ രീതിയിൽ നിരോധിത സംഘടനയിൽ ഉൾപ്പെട്ട ആളുകളുടെ പോസ്റ്ററുകൾ ഉൾപ്പെടെ പ്രചരിപ്പിച്ച് പ്രതിഷേധം നടത്തുന്നവർ ഇത്തരത്തിൽ സമൂഹത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും വരും തലമുറകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിൽ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് എന്നത് ഏറ്റവും വിമർശനം ഉന്നയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതികരണം നമ്മൾ ആരാഞ്ഞിരുന്നു. അവർ പറഞ്ഞത് തന്നെ വലിയ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വലിയ രീതിയിൽ ദോഷമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ വീട്ടിലെ പ്രസവവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മരണങ്ങൾ ഉൾപ്പെടെ അതിനുള്ള തെളിവുകളാണെന്ന് വ്യക്തമാക്കിയിരുന്നു. മലപ്പുറം ജില്ലയിലാണ് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഈ വാക്സിനുകൾ വരെ എടുക്കുവാൻ കുട്ടികളെ വിടാത്ത ഒരു സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ നയിക്കുന്ന ഒരു രീതിയിലേക്ക് ഈ ന്യൂനപക്ഷ സമുദായങ്ങൾ മാറുന്ന ഒരവസ്ഥയിലേക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിലുണ്ട്. ഈ വിഷയത്തിൽ ഒന്നും തന്നെ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുവാനോ അത് പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുവാനോ തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ വസ്തുത. വീണ, ഓക്കെ, ശരി. കേരള സർവകലാശാലയിലെ ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ട സംഭവത്തിൽ ലോകായുക്ത ഉത്തരവിനെതിരെ സർവകലാശാല അപ്പീൽ നൽകും. ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യാൻ പരീക്ഷാ കൺട്രോളർക്ക് VC ഡോക്ടർ മോഹനൻ കുന്നുമേൽ നിർദ്ദേശം നൽകി. പരീക്ഷ എഴുതാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടി അടുത്തയാഴ്ച വീണ്ടും സർവകലാശാല പരീക്ഷ നടത്തും. ശാലിനി ചേരുന്ന വിവരങ്ങളുമായി. ശാലിനി, വിവരങ്ങൾ എന്താണ്? വീണ, കഴിഞ്ഞ ദിവസമാണ് കേരള സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ MBA വിദ്യാർത്ഥികളുടെ അവരുടെ ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നത്. ഇതിന് പിന്നാലെ സർവകലാശാല ഇടപെടുകയും VCയുടെ നേതൃത്വത്തിൽ അവിടെ യോഗം ചേരുകയും ഒക്കെ തന്നെ ചേർന്നിരുന്നു. ഇതിന് പിന്നാലെ ഈ പുതിയൊരു പരീക്ഷ നടത്തി വിദ്യാർത്ഥികൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റുകൾ അടക്കം വിതരണം ചെയ്യണം എന്നുള്ള നടപടിയിലേക്ക് സർവകലാശാല കടക്കുകയും ചെയ്തിരുന്നു. ആദ്യഘട്ട പരീക്ഷ കഴിഞ്ഞു. അതിലെ എഴുതിയ ഭൂരിപക്ഷം വിദ്യാർത്ഥികളെ വിജയിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലോകായുക്തയുടെ ഒരു ഉത്തരവ് വന്നത്. ലോകായുക്ത ഉത്തരവ് ഇത്തരത്തിലാണ്. അതായത് ആ വിദ്യാർത്ഥികൾക്ക് മറ്റ് വിഷയങ്ങളിൽ ലഭിച്ച മാർക്കിന്റെ ശരാശരി നൽകിക്കൊണ്ട് അവരെ വിജയിപ്പിക്കണം അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടി സ്വീകരിക്കണം എന്നുള്ളതായിരുന്നു ഉത്തരവ്. ആ ഉത്തരവിനെതിരെ അപ്പീൽ പോകാനാണ് ഇപ്പോൾ കേരള സർവകലാശാല തീരുമാനിച്ചിട്ടുള്ളത്. സർവകലാശാല VC കൂടിയായ ഡോക്ടർ മോഹൻ
മാർട്ടിൻ കുന്നുമേലാണ് ഇത് സംബന്ധിച്ച് പരീക്ഷാ കൺട്രോളർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വരുന്ന അടുത്ത ദിവസം തന്നെ അപ്പീൽ പോകണം എന്നുള്ളതാണ് VC നൽകിയിട്ടുള്ള നിർദ്ദേശം. ഒപ്പം തന്നെ 71 വിദ്യാർത്ഥികളിൽ 65 പേരാണ് പുനഃപരീക്ഷ എഴുതി വിജയിച്ചതിൽ ചില വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ സാധിച്ചിരുന്നില്ല. കാരണം വർഷങ്ങൾ കഴിഞ്ഞു, സ്വാഭാവികമായും അവരുടെ സെമിസ്റ്റർ അടക്കം മാറി സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിൽ ആ പരീക്ഷ എഴുതാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ പരീക്ഷ എഴുതാനുള്ള നടപടികൾ സർവകലാശാല സ്വീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഈ ലോകായുക്ത വിധിക്കെതിരെ ഇപ്പോൾ അപ്പീൽ പോകാനുള്ള സർവകലാശാല തീരുമാനം. കൂടാതെ പരീക്ഷാ ഫലം പുറത്തു വന്ന സാഹചര്യം ഇതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും സർവകലാശാല അടുത്ത നടപടികളിലേക്കും അപ്പീലിലേക്കും ഇക്കാര്യത്തിൽ കടക്കുക. വീണ. ഓക്കെ, ശരി ശാലിനി. നിങ്ങൾ ഞങ്ങളെ BJP സ്നേഹികളാക്കി. മുൻ കേരള കോൺഗ്രസ് എം നേതാവ് വീടിന് മുന്നിൽ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡിലെ ഈ വാക്കുകളാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയം. പത്തനംതിട്ട തിരുവല്ല നിരണം സ്വദേശി സുരോജ് ജേക്കബാണ് പാർലമെന്റ് വഖഫ് ഭേദഗതി ബിൽ പാസ്സാക്കിയതിന് തൊട്ടടുത്ത ദിവസം വീടിന് മുന്നിൽ BJPക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത്. ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചതിന് പിന്നാലെ UDF മണ്ഡലം മുൻ കൺവീനർ കൂടിയായ സുരോജ് ജേക്കബ് BJP അംഗത്വവും സ്വീകരിച്ചു. നിങ്ങൾ ഞങ്ങളെ BJP സ്നേഹികളാക്കി. കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാവായിരുന്ന സുരോജ് ജേക്കബിനോട് നിങ്ങളെങ്ങനെ BJP ആയെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇങ്ങനെ പറയും: ഇടത് വലത് മുന്നണികളുടെ കപട രാഷ്ട്രീയം, ക്രൈസ്തവ വിഭാഗങ്ങളോടുള്ള CPM-ന്റെയും കോൺഗ്രസിന്റെയും അവഗണന, ഓർത്തഡോക്സ് കത്തോലിക്ക സഭാ നേതൃത്വങ്ങൾ അഭ്യർത്ഥിച്ചിട്ടും വഖഫ് ഭേദഗതി ബില്ലിനെ ഇടത് വലത് മുന്നണി MPമാർ അനുകൂലിക്കാത്തതിലെ പ്രതിഷേധം, വഖഫ് ഭേദഗതി ബിൽ നടപ്പാക്കാൻ NDA സർക്കാർ കാട്ടിയ നിശ്ചയദാർഢ്യം, മുനമ്പം ജനതയോടുള്ള ഐക്യദാർഢ്യം, ഇതെല്ലാം ചേർന്നപ്പോൾ താൻ BJP സ്നേഹിയായെന്ന് സുരോജ് ജേക്കബ് പറയുന്നു. ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വലതുപക്ഷവും ഇടതുപക്ഷവും ശക്തമായി എതിർക്കാൻ ശ്രമിച്ചുകൊണ്ട് സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും നിശ്ചയദാർഢ്യത്തോടുകൂടി താൻ എന്താണ് ചെയ്യുന്നത് എന്ന വ്യക്തമായ ബോധ്യത്തോടുകൂടി അദ്ദേഹം ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. 2018 വെള്ളപ്പൊക്കത്തിൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി കൂടെ നിന്നവരാണ്. തിരിച്ചൊരു ചോദ്യം, അവർക്കൊരാവശ്യം ഉണ്ടായപ്പോൾ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ എത്ര പേർ തയ്യാറായി? തീർച്ചയായും BJP മാത്രമേ, വേറൊരു രാഷ്ട്രീയ പാർട്ടിയും ഞാൻ കണ്ടില്ല. കാരണം എനിക്കൊരാവശ്യം വരുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കാതെ മാറി ഒളിച്ചുകളി നടത്തുന്ന അതൊരു രാഷ്ട്രീയ പ്രവർത്തനമല്ല. നിങ്ങൾ കണ്ടു, മുനമ്പത്തെ ജനങ്ങളോടൊപ്പം പുരോഹിതന്മാരും എല്ലാ ജാതി മതത്തിൽപ്പെട്ടവരും തിരുമേനിമാർ നെഞ്ചത്തലച്ചുകൊണ്ട് അവർ പറഞ്ഞിട്ട് പോലും അതിനെ പുല്ലിന്റെ വില കൽപ്പിക്കാതെ മുന്നോട്ട് പോയ ഇടതിനും വലതിനും ഇനിയും അവരുടെ കൂടെ പ്രവർത്തിക്കുവാൻ എനിക്ക് സാധ്യമല്ല എന്ന സ്ഥിതി വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ BJPയിലേക്ക് മാറിയത്. അതിലെനിക്കധികം വളരെ അഭിമാനമുണ്ട്. വഖഫ് ഭേദഗതി ബിൽ പാസ്സായതിന്റെ തൊട്ടടുത്ത ദിവസമാണ് സുരോജ് ജേക്കബ് വീടിന് മുമ്പിൽ ഫ്ലക്സ് സ്ഥാപിച്ചത്. ഈ ചിത്രം നിരണത്തെ പ്രാദേശിക BJP പ്രവർത്തകർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഇത് പിന്നീട് BJP സംസ്ഥാന മീഡിയ സെൽ കൺവീനർ അനൂപ് ആന്റണി ഷെയർ ചെയ്തതോടെയാണ് സംഭവം സമൂഹമാധ്യമങ്ങളിൽ കൂടുതൽ ചർച്ചയായത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ജനറൽ സെക്രട്ടറി ഷോൺ ജോർജ് എന്നിവർ ഉൾപ്പെടെയുള്ളവർ പോസ്റ്റ് ഷെയർ ചെയ്തു. കഴിഞ്ഞ ദിവസം BJP പത്തനംതിട്ട ജില്ലാ അധ്യക്ഷൻ VA സൂരജിന്റെ നേതൃത്വത്തിലുള്ള സംഘം സുരോജ് ജേക്കബിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന് BJP അംഗത്വം നൽകി. മുനമ്പത്ത് മാത്രമല്ല എല്ലായിടത്തും ഈ ഭൂമി വഖഫിന്റെ ആണെന്ന് പറഞ്ഞ് സാധാരണക്കാരനെ അവിടെ നിന്ന് ഇറക്കി വിടുന്ന ഒരു സമീപനമാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. കാമാന്നൊരു അക്ഷരം ഇവിടുത്തെ ഇടത് വലത് MPമാർ ഇവിടെ പറയുന്നില്ല, ഇടത് വലത് മുന്നണികൾ പറയുന്നില്ല. ഭാരതീയ ജനതാ പാർട്ടിയും മോദി സർക്കാരും മാത്രമാണ് ഈ പാവങ്ങൾക്കൊപ്പം ഇപ്പം നിലകൊള്ളുന്നത്. അതുകൊണ്ട് ധാരാളം ന്യൂനപക്ഷ വിഭാഗങ്ങൾ പാർട്ടിയുടെ ഭാഗമായിട്ട് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം ഭാരതീയ ജനതാ പാർട്ടി വളരെ വലിയൊരു മുന്നേറ്റം ഈ കേരളത്തിൽ ഉണ്ടാകാൻ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. വിദേശത്ത് ജോലി ചെയ്തിരുന്ന സുരോജ് 15 വർഷം മുൻപാണ് നാട്ടിൽ തിരികെ എത്തിയത്. തുടർന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗം മണ്ഡലം സെക്രട്ടറി, മണ്ഡലം പ്രസിഡന്റ്, UDF മണ്ഡലം കൺവീനർ, ഇരതോട് സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളി ട്രസ്റ്റി എന്നീ നിലകളിലും പ്രവർത്തിച്ചു. ജനം, പത്തനംതിട്ട. സ്വന്തം നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും സമൂഹത്തിന് സമർപ്പിക്കുന്നതാണ് സംഘ സംസ്കാരമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ചെങ്കൽ നൊച്ചിയൂർ ശ്രീ പുളിങ്കോട്ടുകണ്ഠൻ ശാസ്താക്ഷേത്രത്തിന്റെ മുഖമണ്ഡപ സമർപ്പണം ഗവർണർ നിർവഹിച്ചു. ജനം TV MDയും വ്യവസായിയുമായ ചെങ്കൽ രാജശേഖരൻ നായരും കുടുംബവുമാണ് മുഖമണ്ഡപം പണി കഴിപ്പിച്ചത്. 8 നൂറ്റാണ്ടോളം പഴക്കമുള്ള ചെങ്കൽ നൊച്ചിയൂർ പുളിങ്കോട്ട് കണ്ഠൻ ശാസ്താ ക്ഷേത്രത്തിന് പുതിയ മുഖമണ്ഡപം നൽകുന്നത് പഴമയും പുതുമയും ഒന്നിക്കുന്ന മനോഹാരിത.
സമർപ്പണത്തിനെത്തിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ വാദ്യമേളങ്ങളോടെ പൂർണ്ണ കുംഭം നൽകിയാണ് സ്വീകരിച്ചത്. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഗവർണർ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. സ്വന്തം നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും സമൂഹത്തിന് സമർപ്പിക്കുന്നതാണ് സംഘ സംസ്കാരമെന്ന് അദ്ദേഹം പറഞ്ഞു. मुझे लगता है उनका जीवन भाव वह समर्पण भाव है. उन्होंने बताया कि संघ के संस्कारों के कारण इन सब बातों को वह कर पाते हैं. Because of the संघ संस्कार, he has been able to do all such things. Absolutely right and 100% true. മുഖമണ്ഡപം പണികഴിപ്പിച്ച ജനം ടി വി MDയും ടൂറിസം മേഖലയിലെ വ്യവസായിയുമായ ചെങ്കലസ് രാജശേഖരൻ നായരെ ചടങ്ങിൽ ആദരിച്ചു. ഈ നാടിന്റെ നന്ദിയുടെയും കടപ്പാടിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകം ഏറ്റുവാങ്ങുന്നത് ബഹുമാനപ്പെട്ട ശ്രീ രാജശേഖരൻ നായർ, നൽകുന്നത് ആദരണീയനായ കേരളത്തിന്റെ പ്രഥമ പൗരൻ. 55-56 വർഷം മുമ്പേ ഞങ്ങൾ ഈ 4 ചുമരുള്ള ഒരു ക്ഷേത്രം, അതായിരുന്നു ഓർമ്മ വന്നത് മുതൽ ഇവിടെ പൂജയ്ക്ക് വേണ്ടി അമ്മ നമുക്ക് അരിയും ഒരു തേങ്ങയും കുറച്ച് ശർക്കരയും ഒരു വെള്ളിത്തുട്ടും തന്നു വിടുന്നത്. ആ 4 ചുമരിനുള്ളിൽ ഒരു ശിവലിംഗവും ഒരു ചെറിയ കല്ലുമാക്കും. നമ്മൾ ശാസ്ത്ര ഭഗവാനായിട്ട് നാം ഉള്ളിൽ വിശ്വസിച്ചിരുന്നത് അതാണ്. വെളിയിലൊരു കല്ലുവിളക്ക്, ആ കല്ലുവിളക്ക് ഇന്നുമുണ്ട്. ആ മൂർത്തിയെ 2-3 പ്രാവശ്യം മാറ്റി പല സ്ഥലങ്ങളിലും പ്രതിഷ്ഠിക്കുകയും ലാസ്റ്റിൽ കുഴിച്ചിടുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇന്ന് ഇരിക്കേണ്ട സ്ഥലത്തിരുന്ന് ഞാനും എൻ്റെ ജീവിതത്തിലെ ഒരുപാട് യാത്രകളൊക്കെ ചെയ്തതിന് ശേഷം എൻ്റെ നാട്ടിൽ വന്ന് പ്രവർത്തിക്കുമ്പോൾ എനിക്ക് ഇവിടെ ഈ ക്ഷേത്രം ചെയ്ത് അത് ഈ നാട്ടിന് സമർപ്പിക്കുവാൻ സാധിക്കുന്നത്. ക്ഷേത്രത്തിന് ഭൂമി വിട്ടു നൽകിയ കുടുംബാംഗങ്ങളെയും മുൻ ഭാരവാഹികളെയും ചടങ്ങിൽ ആദരിച്ചു. സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി, മുതിർന്ന RSS പ്രചാരകൻ S. സേതുമാധവൻ, പ്രാന്ത സംഘചാലക് പ്രൊഫസർ രമേശൻ, ISRO ശാസ്ത്രജ്ഞൻ ശ്യാം മോഹൻ തുടങ്ങി ഒട്ടേറെ പേർ ചടങ്ങിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം. ചുറ്റുമുള്ള മനുഷ്യരോടുള്ള സ്നേഹത്തിനേക്കാളുപരി ചുറ്റുമുള്ള മറ്റ് ജീവികളോടുള്ള സ്നേഹം ഉണ്ടാവുക എന്ന് പറയുന്നതും വളരെ പ്രധാനമാണ്. നമുക്കങ്ങനെ ഒരു നല്ല മാതൃക കാണാം. ഗുരുതരമായി പരിക്കേറ്റ മയിലുകൾക്ക് കൃത്യമായ പരിചരണത്തിലൂടെ പുതുജീവൻ നൽകിയിരിക്കുകയാണ് അനിമൽ റെസ്ക്യൂ സംഘടനയായ മാക്കിൻ്റെ പ്രവർത്തകർ. കണ്ണൂർ ജില്ലയുടെ വ്യത്യസ്ത ഇടങ്ങളിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ 2 മയിലുകൾ. അവരെ 20 മാസത്തോളമാണ് ഈ മാർക്ക് പ്രവർത്തകർ ബിജിലേഷ് കോടിയേരി പരിചരിച്ചത്. ആരോഗ്യം വീണ്ടെടുത്ത മയിലുകളെ ആവാസ വ്യവസ്ഥയിൽ വിട്ടയച്ചു. മരണത്തിന്റെ വക്കിൽ നിന്നാണ് മാർക്ക് പ്രവർത്തകനായ ബിജിലേഷിന്റെ കയ്യിലേക്ക് 2 മയിലുകൾ എത്തിയത്. ജനവാസ മേഖലയിൽ നിന്ന് ഇവയെ കണ്ടെത്തുമ്പോൾ സാരമായി പരിക്കുപറ്റി അവശ നിലയിലായിരുന്നു. ആൺമയിലിന്റെ 2 കാലുകൾക്കും പെൺമയിലിന്റെ ഇടതുവശത്തെ ചിറകിനും കാലിനുമായിരുന്നു പരിക്ക്. കണ്ടെത്തിയ അന്ന് തൊട്ട് 1.5 വർഷത്തിലേറെ ഒരു കുഞ്ഞിനെ എന്ന പോലെ ഇവയെ ബിജിലേഷ് പരിചരിച്ചു. വനം വകുപ്പിന്റെ പൂർണ്ണ അനുമതിയോടെയായിരുന്നു പരിചരണം. 20 മാസത്തോളം റെസ്ക്യൂ ചെയ്ത് ശേഷം പരിപാലിച്ച് മെഡിസിനും അതിന് വേണ്ട ഭക്ഷണവും കൊടുത്ത് പരിപാലിച്ച് ബിജിലേഷ് മാർക്കിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ബിജിലേഷ് പരിപാലിച്ച 2 മയിലുകളെയാണ് നമ്മളിപ്പോൾ ഇവിടെ തുറന്നു വിട്ടത്. പൂർണ്ണ ആരോഗ്യമായി തിരിച്ചുവിട്ടുണ്ട്. ഈ 2 മയിലിൽ ഒന്നിന് ഒരു ചിറകും ഒരു കാലും തീരെ തളർന്നുപോയ അവസ്ഥയിലായിരുന്നു. പറത്താനോ തിരിച്ച് ഈ അവസ്ഥയിലേക്ക് വിടാൻ പറ്റാത്ത അവസ്ഥയിലുള്ളതിനെയാണ് ഇങ്ങനെ റിക്കവർ ചെയ്ത് ബിജിലേഷ് എത്തിച്ചിരിക്കുന്നത്. അത് അഭിനന്ദനം അർഹിക്കുന്നതാണ്. വനം വകുപ്പ് പ്രത്യേക നന്ദിയും. പന്നിന്നൂർ വെറ്റിനറി ആശുപത്രിയിലെ ഡോക്ടർ P. ദിവ്യയുടെ നേതൃത്വത്തിൽ മയിലുകൾക്ക് മികച്ച ചികിത്സയും നൽകി. 1.5 കൊല്ലത്തിലേറെ നീണ്ട പരിചരണത്തിൽ മയിലുകൾ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തു. ഇന്നലെ 2 മയിലുകളെയും അവയുടെ ആവാസ വ്യവസ്ഥയിലേക്ക് തുറന്നുവിട്ടു. ജനം, കണ്ണൂർ. ഒരു അപകടത്തിൻ്റെ വാർത്ത പോലും ഇല്ലാതൊരു ദിവസം തുടങ്ങാനാവില്ല എന്ന് പറയുന്ന സാഹചര്യമാണ്. മലപ്പുറം ഇടപ്പാളിൽ നിന്നാണ് ഒരു വാർത്ത വരുന്നത്. വാഹനാപകടത്തിൽ 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറ് പുറകിലേക്ക് എടുത്തപ്പോൾ അബദ്ധത്തിൽ കുഞ്ഞിൻ്റെ ദേഹത്തേക്ക് കയറുകയായിരുന്നു എന്നാണ് അറിയുന്നത്. ഇതിൽ 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ശിവദാസ് കന്മനം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശിവദാസ്, ഈ കാറ് പുറകോട്ടെടുത്തപ്പോൾ അബദ്ധത്തിൽ കുഞ്ഞു മരിക്കുന്നു, മറ്റു 3 പേർക്ക് പരിക്കേൽക്കുന്നത്, എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്?
വീണ, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മലപ്പുറം എടപ്പാളിലാണ് 4 വയസ്സുകാരിയുടെ മരണത്തിന് ഇടയാക്കിയ ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് ഇവർ ഒരു യാത്ര പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഈ കുടുംബം. കുഞ്ഞ് ഈ വാഹനത്തിന്റെ പുറകിലുണ്ടായിരുന്നത് പെട്ടെന്ന് കണ്ടിരുന്നില്ല. അങ്ങനെ കുഞ്ഞിന്റെ പിതാവ് തന്നെയാണ് വാഹനം എടുത്തത്. മഠത്തിൽ ജാബിറിന്റെ മകൾ അമ്രുബിന്ദ് ആണ് ഈ അപകടത്തിൽ മരിച്ചത്. ഈ പിതാവ് വാഹനം പുറകോട്ട് എടുത്ത സമയത്ത് കുഞ്ഞിന്റെ ദേഹത്തൂടെ കയറുകയായിരുന്നു. പെട്ടെന്ന് ആ വാഹനം മറിയുകയും ചെയ്തു. അങ്ങനെയാണ് 3 പേർക്ക് ചെറിയ അപകടം, അവരുടെ അപകടം ചെറിയ പരിക്കാണ്. പക്ഷേ ഈ വാഹനാപകടത്തിൽ കുഞ്ഞ് മരിച്ചിരിക്കുന്നു. 4 വയസ്സുകാരിയായ അമ്രുബിന്ദ് ആണ് മരിച്ചത്. വീണ. ശരി ശിവദാസ്. നമ്മളിന്ന് ആശാപ്രവർത്തകരുടെ അടുത്തേക്ക് പോയില്ല, പക്ഷേ ഇന്ന് അവിടെ പോകേണ്ടതുണ്ട്. കാരണം വലിയ തോതിലുള്ളൊരു പ്രതിഷേധത്തിന് ഇന്ന് അവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാഴ്ച ഉണ്ടാകും. കാരണം ഇന്ന് പൗരസംഗമം ഉണ്ടാവുകയാണ്. ഈ ആശാസമരത്തിന് ഐക്യദാർഢ്യവുമായി സാംസ്കാരിക പ്രവർത്തകർ നടത്തുന്ന പൗരസാഗരം ഇന്നാണ്. നമുക്കറിയാം, ഈ ആശാ പ്രവർത്തകരുടെ സമരം 62 ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ പലതരത്തിൽ ഇതിന് ഈ ഒരു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പലയിടങ്ങളിലൂടെ ഉള്ള പിന്തുണ ഇവർക്ക് നൽകിയിരുന്നു. പക്ഷെ അങ്ങനെ ഒരു പിന്തുണ പോരാ, ഇവർക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന് കാണിക്കുന്നതിനായി അവർക്കൊപ്പം തന്നെ എത്തണം എന്ന ഒരു ഉദ്ദേശം തന്നെയാണ് ഈ പൗരസാഗരത്തിനുള്ളത്. കേരളം ആശമാർക്കൊപ്പം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയാണിത്. 10,000 അണിനിരക്കുമെന്ന് അറിയുന്നു. ആശാസമരം 60 ദിനരാത്രങ്ങൾ പിന്നിടുന്ന സാഹചര്യത്തിലാണ് രാഷ്ട്രീയ സാംസ്കാരിക ചലച്ചിത്ര മേഖലയിലെ പ്രമുഖർ പൗരസാഗരത്തിൽ അണിനിരക്കാൻ പോകുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്ന വിവരങ്ങളുമായി. പ്രശാന്ത്, എപ്പോഴാണ് ഈ പൗരസാഗരം അവിടെ നടക്കുക? എങ്ങനെയാണത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്? ഇവിടെ ഇന്ന് രാവിലെ 11 മണിക്കാണ് പൗരസാഗരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ അണിനിരക്കുന്നത്. ഇത് ആശമാർ നയിക്കുന്നതല്ല. ആശമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സാംസ്കാരിക മേഖലയിലെ വ്യക്തിത്വങ്ങൾ അവർ സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് പൗരസാഗരം എന്ന് പറയുന്നത്. അതിൽ ആശമാരും അണിചേരുകയും ചെയ്യും. വലിയ രീതിയിൽ രീതിയിലാണിത് തയ്യാറാക്കിയിരിക്കുന്നത്. നിരവധി പേർ ഇതിൽ പങ്കെടുക്കുകയും ചെയ്യും. അതായത് രാഷ്ട്രീയ സാംസ്കാരിക ചലച്ചിത്ര മേഖലകളിലെ നിരവധി വ്യക്തിത്വങ്ങൾ, പ്രമുഖരായിട്ടുള്ളവരെല്ലാവരും ഈ പൗരസാഗരത്തിൽ പങ്കെടുക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. അതോടൊപ്പം തന്നെ ഇതുവരെ, അതായത് ഈ 60 ദിവസങ്ങൾ പിന്നിടുന്ന ഇതുവരെ ആശാ സമരവേദിയിലെത്തിയവരും അതോടൊപ്പം തന്നെ ആശാ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എത്തിയവരോടെല്ലാം ഈ സമരസ്ഥലത്തേക്ക് എത്തുവാൻ, അതായത് പൗരസാഗരത്തിൽ എത്തിച്ചേരുവാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഈ സമരം പോകുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമുള്ള ആശമാരുടെ കുടുംബവും കൂടി അവരെയും കുടുംബസമേതമാണ് എത്താൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വലിയ രീതിയിലാണ് ഈ ഒരു പൗരസാഗരം സംഘടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ 11 മണിയോടുകൂടി ഈ പൗരസാഗരം ആരംഭിക്കുകയും ചെയ്യും. നമുക്കറിയാം, ഈ 60 ദിവസം പിന്നിടുമ്പോഴും സർക്കാരിൻ്റെ ഭാഗങ്ങളിൽ നിന്നും ഒരു അനുകൂല സമീപനങ്ങൾ ഉണ്ടാകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അതാണ് ഈ പൗരസാഗരത്തിലേക്ക് എത്തിക്കുവാനുള്ള കാരണം ആയിരിക്കുന്നത്. ഇവിടെ ചേച്ചിമാർ ഇവിടെ നിൽക്കുന്നത് മഴ ശക്തമായി പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലൊരു പ്രതിസന്ധിയും ഇവിടെ ഉടലെടുത്തിട്ടുണ്ട്. എന്നാലും ചേച്ചി, ശക്തമായ മഴ പെയ്തുകൊണ്ട് പൗരസാഗരം വരികയും ചെയ്യുകയാണ്. എങ്ങനെയാണ് ഇനി എത്ര മണിക്കാണ്? 11 മണിക്കാണ് പൗരസാഗരം എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് അതിൻ്റെ മറ്റു നടപടിക്രമങ്ങളൊക്കെ? നടപടിക്രമം എന്ന് വെച്ചാൽ നമ്മുടെ ആശമാർ ഓൺ ദി വേ ആണ്. കാരണം മഴ, നമ്മളൊക്കെ വാടനപ്പിലല്ല ഗുരുവായൂരിൽ കയറി 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ തകർത്തടിച്ചുകൊണ്ടായിരുന്നു മഴ, ഇടിവെട്ടൊക്കെ. എന്നാലും ഞങ്ങൾ പിന്നോട്ട് പോകൂല. എത്ര മഴ പെയ്താലും എത്ര ഇടി വെട്ടിയാലും ആശമാര് മഴയെ പേടിക്കൂല, വെയിലിനെ പേടിക്കൂല, ഒന്നിനെയും പേടിക്കാത്തവരാണെന്ന് കോവിഡ് കാലത്ത് തന്നെ നമ്മൾ തെളിയിച്ച് തന്നതാണ്. ഞങ്ങളുടെ മനസ്സ് ശരീരവും ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ എന്താ പറയുക, ആ ഒരു സേവനം ചെയ്യുമ്പോൾ കിട്ടുന്നൊരു മാനസിക ഒരു സന്തോഷം അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ജോലി ചെയ്യുമ്പോൾ അതിന് കൃത്യമായിട്ടൊരു വേതനം വേണ്ടേ? 232 രൂപയ്ക്കൊക്കെ ഒരു ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഒരു കുടുംബം കൊണ്ടുനടക്കാൻ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പം എന്തായാലും ഗവൺമെൻറ് ഇനിയെങ്കിലും കണ്ടു തുറന്നില്ലെങ്കിൽ അവർ ഇതുകൊണ്ടൊന്നും അവസാനിക്കാൻ പോണില്ല. നമ്മളമ്മമാരാണ്, സഹോദരിമാരാണ് ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് 62 ദിവസമായി തിരുവനന്തപുരത്ത് മഴയും വെയിലും കാറ്റെല്ലാം അവഗണിച്ചുകൊണ്ട് നമ്മുടെ സഹോദരിമാർ ഇവിടെ രാപകൽ സമരം തുടങ്ങി. അതിനുശേഷം നിരാഹാര സമരം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്.
എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് നമ്മുടെ നേർക്ക് കണ്ണു തുറക്കാത്തതെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് വളരെയധികം വിഷമമുണ്ട്. ഗവൺമെന്റ് കണ്ണു തുറക്കാത്തത് മാത്രമല്ല, ഈ നിരന്തരം CPM പ്രതിനിധികൾ അല്ലെങ്കിൽ CPM പ്രവർത്തകർ നേതാക്കൾ ആക്ഷേപിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി പോളിറ്റ് ബ്യൂറോ അംഗമാണ് കഴിഞ്ഞ ദിവസം ഈ സമരത്തിനെതിരെ രംഗത്ത് വന്നത്. മറ്റെന്തോ ലക്ഷ്യമുണ്ടെന്ന് അങ്ങനെ ഈ തൊഴിലാളി പ്രസ്ഥാനം എന്ന് പറയുന്ന CPM തന്നെയാണ് ഈ സമരത്തെ അധിക്ഷേപിച്ചിരിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും. എന്നാൽ CPMന്റെ CIT സംഘടനയിലുള്ള ഒരുപാട് സഹോദരിമാർ നമ്മളോടൊപ്പം സമരത്തിലുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തന്നെ നമ്മളോടൊപ്പം കഴിഞ്ഞ വട്ടം സമരത്തിന് CITന്റെ നേതാക്കള് പ്രവർത്തകർ പങ്കെടുത്തിരുന്ന് അവർ ചെന്നപ്പോഴേക്കും അവരെ യൂണിയനിൽ നിന്ന് പുറത്താക്കി എന്നാണ് പറഞ്ഞത്. എന്നാൽ ഒരു സന്തോഷപൂർവ്വം പറഞ്ഞത് എന്താ വെച്ചാൽ ഒരു 300 ചില്ലാൻ രൂപ മെമ്പർഷിപ്പ് ഈ പ്രാവശ്യം കൊടുക്കണമായിരുന്നു, ഇനി മുതൽ അത് കൊടുക്കണ്ടല്ല. കാരണം ഒരു തൊഴിലാളി സംഘടന എന്നറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എന്തുകൊണ്ടാണ് തൊഴിലാളികളുടെ നേരെ കണ്ണു തുറക്കാൻ പറ്റാത്തത് എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞത് ഇലക്ഷനാണ് വരുന്നത്. നമ്മുടെ അമ്മമാരെന്താണോ ചിന്തിക്കുന്നത് അവിടെ ആയിരിക്കും ഒരു വിജയ പരാജയങ്ങൾ നടക്കുക. എന്തായാലും ഒരു തീരുമാനം ഇതോടുകൂടി വരും. ഒന്നില്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ കേരളത്തിൽ നിന്ന് തന്നെ തുടച്ചു പോകേണ്ട ഒരവസ്ഥയിലാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഗവൺമെന്റ് കണ്ണ് തുറന്നേ പറ്റുള്ളൂ. കാരണം ഈ ജനങ്ങളെല്ലാം നമ്മളോട് നെഞ്ചോടേറ്റി ഈ സമരം പരാജയപ്പെട്ടതും ആളുകളില്ല, ആശമാരില്ല സമരപ്പന്തൽ എന്നൊക്കെയാണ് ആക്ഷേപങ്ങൾ. അല്ല, അത് നമുക്ക് എന്തായാലും എല്ലാ ദിവസവും വന്നു പോകാനുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട്. എന്നാലും ഞങ്ങളിപ്പോൾ തൃശ്ശൂരിൽ നിന്ന്, ഞാൻ പറഞ്ഞില്ല തൃശ്ശൂരിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. അപ്പം വന്നു പോകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞങ്ങളെല്ലാം സമരത്തിലാണ്, ജോലി ചെയ്യണില്ല, നമുക്ക് ഓണറേറിയും ഇല്ല, ഇൻസെൻറ്റീവ് ഇല്ല. എന്നാലും ഇതെന്നാണോ ഇവിടെ വിജയിക്കുന്നത് ആ സമയം വരെ ഈ സമരത്തോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ ജോലിയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. നമ്മൾ വാർഡിലിറങ്ങുമ്പോൾ പോലും ജനങ്ങൾ നമ്മളോട് ചോദിക്കണം, എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് സമരം നടത്തിയിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് പോവാത്തതെന്ന് ചോദിക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് കുടുംബമുണ്ട്, കുടുംബത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. എല്ലാവരും ഇപ്പം ഞങ്ങളൊക്കെയും ഒരുപാട് പലിശയ്ക്ക് പൈസ എടുത്തിട്ടും കടം വാങ്ങിയിട്ടാണ് ഓരോ ദിവസവും നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് എന്തായാലും നമുക്ക് ഈ 1 മാസം 2 മാസം സമരത്തിലിരുന്ന് നമ്മളെ അങ്ങനെയെങ്കിലും തോൽപ്പിക്കാനാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ അങ്ങനെ ആവട്ടെ. എന്നാലും നമ്മളെ ആശമാർ ഒരിക്കലും തോൽക്കൂല. ചേച്ചി എവിടെ നിന്നാണ് ചേച്ചി വരുന്നത്? വാടാനപ്പള്ളി, തൃശ്ശൂർ ജില്ല വാടാനപ്പള്ളി. ഇന്ന് എത്തിയാണോ? ഇന്ന് രാവിലെ എത്തിയത്. എങ്ങനെ ഈ സമരത്തെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ വല്ല പെട്രോൾ ഒഴിച്ച് സെക്രട്ടറി മുന്നിൽ ആത്മഹത്യ ചെയ്യണം, എന്നാലും ഈ ഗവൺമെന്റ് പഠിക്കുള്ളൂ. അതുവരെ ഞങ്ങൾ തീരുമാനിച്ചിട്ട് ഞങ്ങൾ വന്നിട്ടത്. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഇവർക്ക് മാത്രം ജീവിച്ചാൽ മതി. മാളികയിൽ ഇരുന്നിട്ട് ഞങ്ങളെ കളിയാക്കേ, അതൊരിക്കലും നടക്കില്ല. ഞങ്ങളിനി ഈ സമരത്തിന് എന്നാ പറയാ, എനിക്ക് പറയാൻ പറ്റില്ല, വാക്കുകളില്ല, അത്രയ്ക്ക് വിഷമത്തോടു കൂടി പറയണം. വീണ, സമരം ഈ 60 ദിവസം പിന്നിടുമ്പോഴും സമരവീര്യം കുറയുന്നില്ല എന്ന് തന്നെ നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇവരുടെ വേദനയാണ് അവർ പറയുന്നത്. ഇത്രയും തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുക, അതും സമയക്രമങ്ങൾ പോലുമില്ല. ഏത് സമയത്തും ഏത് സർക്കാർ പറയുന്ന സമയങ്ങളെല്ലാം ഈ ഇത് ജനങ്ങളെ കാണുക, അവിടെ അവർ പറയുന്ന സർവേ നടത്താൻ പോവുക, അങ്ങനെ സമയക്രമങ്ങളില്ലാതെയാണ് ഈ ആശാ തൊഴിലാളികളെല്ലാവരും, ആശാ ജീവനക്കാരെല്ലാവരും ജോലി ചെയ്യുന്നത്. അങ്ങനെ ജോലി ചെയ്യുന്നവർക്കാണ് തുച്ഛമായ ശമ്പളം സർക്കാർ നൽകുന്നത്. ആ സർക്കാർ നൽകുന്ന ശമ്പളം ഒന്ന് വർദ്ധിപ്പിക്കണം, അല്ലെങ്കിൽ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നൊരു ആവശ്യം, അടിസ്ഥാന ആവശ്യം ഉന്നയിക്കുമ്പോൾ ആ അടിസ്ഥാന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരം ചെയ്യുമ്പോൾ ആ സമരത്തോടാണ് സർക്കാരിൻ്റെ തിട്ടൂരം, അതോടൊപ്പം തന്നെ CPM നേതാക്കളുടെ വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ, അധിക്ഷേപ പരാമർശങ്ങൾ ഒക്കെ ഉണ്ടാകുന്നത്. ഈ അധിക്ഷേപ പരാമർശങ്ങളെല്ലാം സഹിച്ചുകൊണ്ടാണ് മഴയും കാറ്റും അതുപോലെ തന്നെ ചൂടും എല്ലാം സഹിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ 60 ദിവസമായി ഈ സമരപ്പന്തലിൽ തങ്ങുന്നത്. സമരം വിജയിപ്പിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് ഇവർക്ക് മുന്നിൽ ഉള്ളത്. വലിയ ശക്തമായി തന്നെ സമരം തുടരുകയും ചെയ്തതാണ്. അതിനുശേഷം ഇനി നാളെ ഈ രാപ്പകൽ സമരം കഴിഞ്ഞു, അതോടൊപ്പം തന്നെ മറ്റ് തുടർ സമരങ്ങളെല്ലാം കഴിഞ്ഞു. പൗരസാഗരവും കൂടി കഴിയുമ്പോൾ നാളെ തുടർ സമരം എന്തെന്ന രീതിയിൽ ആലോചിക്കും. ആ തുടർ സമരങ്ങൾ ആലോചിച്ചിട്ട് ഇനിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടു തുറന്നില്ലെങ്കിൽ മറ്റ് തുടർ സമര പ്രഖ്യാപനങ്ങളുമായി പോവുകയും ചെയ്യും. ഇപ്പോൾ സമര നേതാവ് എസ് മിനി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇന്ന് പൗരസാഗരം നടക്കുകയാണ്. വലിയ രീതിയിലുള്ള ആശമാർ പല സ്ഥലങ്ങളിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ആ പദ്ധതി? ആരൊക്കെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? എങ്ങനെയാണ് ആ പദ്ധതികൾ? ഇവിടുത്തെ പൊതുസമൂഹത്തിലെ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ ചേർന്നിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതിനോടകം തന്നെ ധാരാളം ആളുകൾ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നേരിട്ടും അല്ലാതെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. അവരെല്ലാവരും ഇവിടെ എത്തിച്ചേരും. ആശാവർക്കർമാരുടെ ഒരു പങ്കാളിത്തം തീർച്ചയായിട്ടും ഉണ്ടാവും. തുടർ സമരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നാളെ ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുകയാണ്. അതിനുശേഷം തുടർ സമരങ്ങൾ തീരുമാനിക്കും. അതാണ്. മറ്റ് ചർച്ചകൾ എന്തെങ്കിലും വന്നിരുന്നോ? അതായത് ഈ അന്ന് അവസാനമായി ചർച്ച നടന്ന തൊഴിൽ മന്ത്രിയുമായിട്ടാണ്. അതിന് പിന്നാലെ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചർച്ചയ്ക്ക് ശ്രമം നിങ്ങളങ്ങോട്ട് നടത്തിയിരുന്നോ? അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും ചർച്ച അതുമായി ബന്ധപ്പെട്ട അനുകൂല പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ?
ഇല്ല, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവുമില്ല. അതാണ് ഏറ്റവും വേദനിപ്പിക്കുന്നത്. കാരണം തൊഴിലാളികൾ കൂലി ചോദിക്കുമ്പോൾ അതിനോട്ട് പുറംതിരിഞ്ഞ് നിൽക്കുക എന്നൊരു സമീപനം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, ഒരു സർക്കാർ, അതായത് കമ്മിറ്റിയുടെ അന്വേഷണം നടത്തിയതിനു ശേഷം മതി ഓണറേറിയം എന്ന നിലപാട് തന്നെയാണ് സർക്കാർ ഇപ്പോഴും, അല്ലേ? അറിയില്ല, സർക്കാരിൻ്റെ നിലപാട് കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. അങ്ങനെ പറഞ്ഞെങ്കിലും ഇതുവരെ അതിനുള്ള യാതൊരു നടപടി ആരംഭിച്ചതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങളെ അറിയിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വ്യക്തത വേണ്ടതാണ്. മാത്രമല്ല, ഇത് എന്തിനാണ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇതൊരു പിടിവാശിയുടെ വിഷയമല്ല, ഇതൊരു കൂലിയുടെ വിഷയമാണ്. അത് തീർച്ചയായിട്ടും പരിഗണിക്കണം. ഈ നിരന്തരം അധിക്ഷേപങ്ങൾ തുടരുന്നത് അതിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു പോളിറ്റ് ബ്യൂറോ അംഗത്തിൻ്റെ ഭാഗത്ത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനെയൊക്കെ ഞങ്ങൾ അവഗണിക്കുകയാണ്. ഞങ്ങൾ തൊഴിലാളികളോട് അങ്ങനെ പെരുമാറുന്ന ആളുകളെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ, മറ്റൊന്നുമില്ല. അതുതന്നെയാണ്, ജനങ്ങൾ തിരിച്ചറിയും, ജനങ്ങൾ സമരത്തെ കാണുന്നുണ്ട് തന്നെയാണ് സമരസമിതിയും ആശാപ്രവർത്തകരും എല്ലാം പറയുന്നത്. അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരോടും അതോടൊപ്പം തന്നെ തൊഴിലാളികളോടും സ്ത്രീ പ്രവർത്തകരോടും എല്ലാം CPM കാണിക്കുന്ന സമീപനമാണ് ഇതിലൂടെ തുറന്നു കാട്ടിക്കൂടി ചെയ്തത്. എന്തായാലും പൗരസാഗരം ഇന്ന് 11 മണിക്ക് സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കും. 10,000 പങ്കെടുക്കുമെന്നാണ് ഈ സമരസമിതി പറയുന്നത്. എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ചലച്ചിത്ര പ്രവർത്തകരും അടങ്ങുന്നൊരു സംഘം ഇവിടെ ഈ പൗരസാഗരത്തിൽ അണിചേരും. അതോടൊപ്പം തന്നെ ആശാപ്രവർത്തകരുടെ കുടുംബവും വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശാപ്രവർത്തകരുടെ കുടുംബവും അതോടൊപ്പം തന്നെ ആശാസമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തുന്ന നിരവധി പേർ ഈ സമരത്തിന്റെ ഭാഗമായിട്ട് തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ എത്തുമെന്ന് തന്നെയാണ് ആശാപ്രവർത്തകരും പറയുന്നത്. ശരി പ്രശാന്ത്, ഏതായാലും ഈ പൗരസാഗരം വലിയ തോതിലുള്ളൊരു പിന്തുണയായിരിക്കും ആശാപ്രവർത്തകർക്ക് നൽകുക. പുത്തൻപുലരി അടുത്ത മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ജമ്മു കശ്മീരിൽ 3 ഭീകരരെ സുരക്ഷാ സേന വധിച്ചതായി സൂചന. സംഭവം കിഷ്ത്വാറിൽ മേഖലയിൽ 3 ദിവസമായി സുരക്ഷാ സേനയുടെ തിരച്ചിൽ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെതിരെ അന്വേഷണത്തിനൊരുങ്ങി CBI. വിജിലൻസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. ഹൈക്കോടതി ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചാലുടൻ അന്വേഷണ സംഘത്തെ നിയോഗിക്കും. ആശമാർക്ക് ഐക്യദാർഢ്യവുമായി സെക്രട്ടേറിയറ്റ് നടയിൽ ഇന്ന് പൗരസാഗരം. സാംസ്കാരിക പ്രവർത്തകർക്കൊപ്പം ആശാവർക്കർമാരുടെ കുടുംബാംഗങ്ങളും പ്രതിഷേധത്തിൽ അണിചേരും. സമരം ഇന്ന് 62ാം ദിനം. മുംബൈ ഭീകരാക്രമണ കേസിൽ തഹാവൂർ റാണയുടെ ചോദ്യം ചെയ്യൽ തുടരാൻ NIA. ഇന്നലെ ചോദ്യം ചെയ്തത് 3 മണിക്കൂർ മാത്രം. വ്യക്തമായ മറുപടി നൽകാതെ റാണ. തമിഴ്നാട് BJPയെ നയിക്കാൻ നയിനാർ നാഗേന്ദ്രൻ. BJP അധ്യക്ഷന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന്. പിന്തുണച്ച് K അണ്ണാമലൈ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്നും നാളെയും കള്ളക്കടൽ പ്രതിഭാസം. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഡൽഹിയിൽ പൊടിക്കാറ്റിൽ 2 മരണം. ജമ്മുകാശ്മീരിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അതിലേക്കാണ് ആദ്യം പോകേണ്ടത്. ജമ്മുകാശ്മീരിലെ കിഷ്ത്വാറിലാണ് സംഭവം. 3 ഭീകരരെ സുരക്ഷാ സേന വധിച്ചതായി സൂചനയുണ്ട്. മേഖലയിൽ കഴിഞ്ഞ 3 ദിവസമായി സുരക്ഷാ സേന തിരച്ചിൽ നടത്തി വരികയായിരുന്നു. ഗൗതം അനന്തനാരായണൻ ചേരുന്നു വിവരങ്ങളുമായി. ഗൗതം, എപ്പോഴായിരുന്നു ഈ സംഭവം? വീണ, ജമ്മു കാശ്മീരിലെ കിഷ്ത്വാറിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സുരക്ഷാ സേനയുടെ ഓപ്പറേഷൻ നടന്നു വരികയാണ്. കഴിഞ്ഞ മാസം അവസാനം ജമ്മു കാശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിൽ 4 പോലീസ് ഉദ്യോഗസ്ഥരും ഒരു സൈനികനും വീരമൃത്യു വരിച്ചതിന് ശേഷമാണ് ഉദ്ധംപൂരിലും അതോടൊപ്പം തന്നെ കിഷ്ത്വാർ മേഖലയിലും ഭീകരർ തമ്പടിച്ചിരിക്കുന്നു. പാകിസ്ഥാനിൽ നിന്നും എത്തിയ ഭീകരരുണ്ട് എന്നത് സംബന്ധിച്ചുള്ള ചില രഹസ്യ വിവരങ്ങൾ സൈന്യത്തിന് ലഭ്യമായത്. അതിനാൽ കിഷ്ത്വാറിൽ 9-ാം തീയതി ആരംഭിച്ച ഓപ്പറേഷനാണ് ഇപ്പോഴും തുടരുന്നത്. ഉദ്ധംപൂരിലും സമാനമായ രീതിയിലുള്ള ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുകയാണ്. അതിൽ ഈ കിഷ്ത്വാറിൽ 3 ഭീകരരെ സൈന്യം വധിച്ചു എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട്. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ വിശദീകരണം ഇനിയും സൈന്യത്തിൻ്റേത് ആവശ്യമാണ്.
എന്തായാലും ഈ സ്ഥലത്ത് വലിയ തോതിലുള്ള തിരച്ചിൽ സുരക്ഷാ സേനയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നു. കരസേനയും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ പോലീസിന്റെയും സംയുക്ത നേതൃത്വത്തിലാണ് ഈ ഓപ്പറേഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സമാനമായ രീതിയിൽ ഉദ്ധംപൂരിലും തിരച്ചിൽ തുടരുകയാണ്. വീണ. ഓക്കെ, ശരി ഗൗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹിന്ദിയിൽ നന്ദി അറിയിച്ച് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്ദൂം. ദ്വിദിന ഭാരത സന്ദർശനം കഴിഞ്ഞ് ദുബായിൽ മടങ്ങിയെത്തിയ ശേഷമായിരുന്നു ഷെയ്ഖ് ഹംദാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ നന്ദി അറിയിച്ചുള്ള കുറിപ്പിട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ഭാരത സർക്കാരിനോടും ജനങ്ങളോടുമാണ് ഊഷ്മളമായ സ്വീകരണത്തിനും ആതിഥ്യ മര്യാദയ്ക്കുമെല്ലാം ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്ദൂം നന്ദി അറിയിച്ചത്. ഹിന്ദിയോടൊപ്പം അറബിക്, ഇംഗ്ലീഷ് ഭാഷകളിലും തനിക്ക് ലഭിച്ച ഊഷ്മളവും ഗംഭീരവുമായ സ്വീകരണത്തിന് അദ്ദേഹം നന്ദി പറഞ്ഞു. ഭാരതവും UAEയും തമ്മിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ബന്ധം ഓർമ്മിച്ചുകൊണ്ടാണ് സ്നേഹവും നന്ദിയും അറിയിച്ചത്. നരേന്ദ്രമോദിയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് 2 ദിവസത്തെ സന്ദർശനത്തിനായി ഷെയ്ഖ് ഹംദാൻ ഭാരതത്തിലെത്തിയത്. ദുബായ് കിരീടാവകാശി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആദ്യ ഔദ്യോഗിക ഭാരത സന്ദർശനമായിരുന്നു ഇത്തവണത്തേത്. ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ഊഷ്മള വരവേൽപ്പാണ് ഷെയ്ഖ് ഹംദാനെ ലഭിച്ചത്. 2 ദിവസത്തെ സന്ദർശനത്തിനിടെ ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി കരാറുകളിലും ഒപ്പിട്ടു. ജനം, ദുബായ്. കുവൈറ്റിൽ തൊഴിൽ തട്ടിപ്പിനിരയായി കുടുങ്ങിയ തൃശൂർ സ്വദേശിക്ക് രക്ഷകനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മാനസികമായി പീഡനം നേരിട്ട വീട്ടമ്മ സരിത നാട്ടിൽ തിരിച്ചെത്തി. സുരേഷ് ഗോപിയുടെയും ഇന്ത്യൻ എംബസിയുടെയും സംയോജിതമായ ഇടപെടലാണ് സരിതയ്ക്ക് തുണയായത്. മാർച്ച് 25-നാണ് തൃശൂർ തൃക്കൂർ സ്വദേശിയായ വീട്ടമ്മ സരിത കുവൈത്തിലെത്തുന്നത്. വിവാഹമോചനവും തുടർന്നുള്ള സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്നും വീട് നഷ്ടമായിരുന്നു. ഇതിൽ നിന്നെല്ലാം കരകയറാനായിരുന്നു പ്രവാസം. കുഞ്ഞിനെ നോക്കുകയെന്ന ജോലിക്കായാണ് എത്തിയതെങ്കിലും അൽമറായിയിലെ വീട്ടിൽ നേരിടേണ്ടി വന്നത് കടുത്ത മാനസിക പീഡനം. ഭക്ഷണമോ വെള്ളമോ കൊടുക്കാതെ പട്ടിണിക്കിട്ടു. ഉറങ്ങാൻ പരിമിതമായ സമയം മാത്രം നൽകി. അടിമയെ പോലെയാണ് പെരുമാറ്റം. വെടിവെച്ചു കൊല്ലുമെന്നും നാക്കരിയുമെന്നും ഭീഷണി. വംശീയ അധിക്ഷേപവും തുടർന്നു. 4 ഫ്ലോറുള്ള വീടാണത്. അപ്പോൾ 4ാമത്തെ ഫ്ലോറിലാണ് നമുക്ക് ജോലിക്കാർക്ക് താമസിക്കാനുള്ള സ്ഥലം. ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങി 72 സ്റ്റെപ്പ് ഉണ്ട്. പക്ഷെ ഇറങ്ങി വരുന്നതിനുള്ളിൽ 5 മിനിറ്റാണ് സമയം കുളിക്കാനും താഴെത്താനും. 72 സ്റ്റെപ്പ് ഇറങ്ങി വന്നാലും വേർക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം അവിടെ ഉണ്ട്. നോർമൽ മനുഷ്യനാണ്, ഞാൻ വേർക്കും. പണിയെടുക്കുമ്പോൾ പ്രത്യേകിച്ച് വേർക്കും. വേർത്താ അപ്പോൾ കുളിക്കണം. പക്ഷെ കുളിക്കാനുള്ള സമയം ഇതാണ്. നമുക്ക് ആകെ കിട്ടുന്നത് 5 മിനിറ്റ്. അപ്പോൾ എനിക്കിത് 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, ഭക്ഷണം ഇല്ലാണ്ടായപ്പോൾ എനിക്ക് പറ്റാണ്ടായി. അപ്പം ഞാൻ ആളോട് പറഞ്ഞു, എനിക്ക് ഇവിടെ പറ്റുന്നില്ല മാഡം, എനിക്ക് തിരിച്ചു പോകണം. അപ്പം മാഡം എനിക്ക് വേണ്ടി ചിലവാക്കിയ പൈസ എത്രയോ ഞാനത് തിരിച്ചു തരാം, എന്നെ വിടാൻ പറഞ്ഞു. വിടാൻ പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, പിന്നെ വിടാനല്ല ഞങ്ങൾ കൊണ്ടുവന്നത്, ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന എനിക്ക് ഗാർബേജ് പോലെ യൂസ് ചെയ്യാനുള്ളൊരു ഡോങ്കിയാണ് ഞാൻ. അപ്പോൾ പിന്നെ എൻ്റെ ബാബ ഒരു അറിയാലോ ആർമിക്കാരനാണ്, ലൈസൻസ് ഉള്ള തോക്കുണ്ട്, അവിടെ എനിക്ക് കാണിച്ചു തന്നു. നിന്നെ ഷൂട്ട് ചെയ്ത് കൊന്നാലും ഇവിടെ ആരും ചോദിക്കാനില്ല. തിരിച്ചെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യണമെന്നുള്ള ഓപ്ഷൻ ഞാൻ ഇനി നിർത്തി, നിന്റെ നാവ് എരിഞ്ഞ് കളയും. അപ്പോഴും ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ലല്ലോ. അന്നും ഇരുന്ന് കരഞ്ഞു. പിന്നെ ബാത്റൂമിൽ യൂസ് ചെയ്യണ ആൾ ഉപയോഗിക്കുന്ന ചപ്പലുണ്ട്, ആ ചപ്പലെടുത്ത് കൊണ്ടിട്ട് അടിച്ചില്ല, ഇവിടം വരെ എത്തി. അതായത് തിരിച്ചിനൊന്നും പറയാത്ത നിലയ്ക്ക് ആൾ എന്നെ ബ്ലോക്ക് ചെയ്തിട്ടു. ദുരനുഭവം നാട്ടിൽ സുഹൃത്തുക്കളെ അറിയിച്ചതോടെ കേന്ദ്രമന്ത്രിയും തൃശൂർ MP-യുമായ സുരേഷ് ഗോപിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു. അതുവഴി എംബസിയിലേക്കും ഇടപെടലെത്തി. സാഹസികമായി പുറത്തിറങ്ങി എംബസിയിലെത്തുകയും വൈകാതെ തന്നെ നാട്ടിലേക്ക് മടക്കയാത്രയും സാധ്യമായി. കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് നടത്തിയ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ ജീവനോടെ തിരിച്ചെത്തുമെന്ന് കരുതുന്നില്ലെന്നും സരിത പറയുന്നു. ഹെൽപ്പ് ചെയ്തത് ഇവിടെ നിന്ന് പോയ സുരേഷ് ഗോപി സാറിന്റെ ഫോണായിരുന്നു. അത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാരണം അവിടെ എന്ത് വേണമെങ്കിലും ആ നേരത്തെ അവർക്ക് കംപ്ലൈന്റ് കൊടുക്കാം. പക്ഷെ നമുക്ക് മെയിൽ അയക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞത് ആളുടെ ഓഫീസിൽ നിന്നാണ്, ആളുടെ PA. മെയിലൊക്കെ നമ്മൾ നേരത്തോടെ ചെന്നാൽ ആൾക്ക് എൻ്റെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കാനോ എന്തെങ്കിലും മോഷ്ടിച്ച് പോകുന്നു പറഞ്ഞു കൊടുക്കാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ ആ മെയിൽ പോയതും ആളുടെ കോള് ചെന്നതും കാരണം ഞാനിപ്പോൾ ഇന്ന് എൻ്റെ മക്കളുടെ അടുത്ത് ജീവനോടെ വന്നിരിക്കുന്നത് ആ കോള് കൊണ്ടാണ്. സരിതയെ നിയമപരമായി കൊടുക്കാൻ കുവൈത്തിൽ ശ്രമം നടന്നുവെങ്കിലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസ് സമയോചിതമായി നടത്തിയ തന്ത്രപരമായ ഇടപെടൽ വിജയം കാണുകയായിരുന്നു. ഏപ്രിൽ 9-ന് സരിത നാട്ടിൽ തിരിച്ചെത്തി. ജനം, തൃശൂർ. ഇനി നമുക്ക് നോക്കാം മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ ഹുസൈൻ റാണയുടെ കാര്യത്തിൽ ഇന്ന് എന്താണ് നടപടികളെന്ന് ഇന്നും ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. NIA ആസ്ഥാനത്താണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. റാണയുടെ അഭിഭാഷകൻ ഇന്ന് NIA ആസ്ഥാനത്ത് എത്തുകയും ചെയ്യും. ഗൗതം ഉണ്ട് വിവരങ്ങളുമായി. ഗൗതം, ഇന്നലെ 3 മണിക്കൂർ മാത്രമാണ് ചോദ്യം ചെയ്യൽ നടന്നത്. പ്രത്യേകിച്ച് ഒന്നും തന്നെ റാണിയിൽ നിന്ന് ഇന്നലെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് കൂടുതൽ എക്യുപ്ഡ് ആയിരിക്കാം ഒരു പക്ഷേ NIA. വിവരങ്ങൾ എന്താണ്?
വീണ 18 ദിവസത്തെ കസ്റ്റഡി കാലാവധിയിലാണ് കോടതി NIA-യുടെ കൈകളിലേക്ക് തഹാവൂർ റാണയെ വിട്ടു നൽകിയത്. ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ചോദ്യം ചെയ്യൽ നടക്കാൻ പോകുന്നത്. ഇന്നലെ കാര്യമായ ചോദ്യം ചെയ്യൽ ഉണ്ടായില്ല. ഇന്നിപ്പോൾ 12-അംഗ സംഘം രാവിലെ മുതൽ തന്നെ തഹാവൂർ ഹുസൈൻ റാണയെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും. പ്രധാനമായും ഈ ചില കാര്യങ്ങൾ ഇയാളിൽ നിന്നും അറിയേണ്ടതുണ്ട്. അത് 2008-ലെ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ആ ഒരു കാലയളവിൽ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള പല ഭീകരാക്രമണങ്ങളുടെയും പ്രധാനപ്പെട്ട സൂത്രധാരന്മാരിൽ ഒരാൾ തഹാവൂർ ഹുസൈൻ റാണയും ഇയാളുടെ അടുത്ത സുഹൃത്തായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമാണ്. അതിനാൽ ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ പാകിസ്ഥാൻ്റെ രാഷ്ട്രീയമായും അതോടൊപ്പം തന്നെ സൈനികമായും ഒക്കെയുള്ള ഈ ഭീകരാക്രമണങ്ങളിലെ അവരുടെ ഇടപെടൽ അത് സംബന്ധിച്ചുള്ള കൃത്യമായ വിശദാംശങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ, പ്രത്യേകിച്ച് NIA-യുടെ ഒരു വിലയിരുത്തൽ. ISI എന്ന പാകിസ്ഥാൻ്റെ ചാരസംഘടനയ്ക്ക് ഇന്ത്യയിൽ ആ കാലത്ത് നടന്നിട്ടുള്ള ഭീകരാക്രമണങ്ങളിലുള്ള ബന്ധം, അതോടൊപ്പം തന്നെ ലഷ്കർ-ഇ-തോയ്ബയ്ക്ക് ഉള്ള ബന്ധം, അതുപോലെ തന്നെ രാഷ്ട്രീയമായി പാകിസ്ഥാനിൽ ആ കാലഘട്ടത്തിൽ ഭരണത്തിലിരുന്ന ഭരണകൂടം എങ്ങനെയാണ് ഈ ഭീകര സംഘടനകളെ നമ്മുടെ രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചത്, ഇത്തരം വിഷയങ്ങളിലെല്ലാം കൃത്യമായ ഉത്തരവും അതിൻ്റെ സൂത്രധാരന്മാർ ആരൊക്കെയായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള ഉത്തരവും തഹാവൂർ റാണയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ലഭിക്കുമെന്ന് തന്നെയാണ് NIA-യുടെ കണക്കുകൂട്ടൽ. അതിനാൽ ഇന്നു മുതൽ വളരെ വിശദമായുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാകും. 18 ദിവസത്തെ കസ്റ്റഡി കാലാവധിയിലാണ് പട്ടിയാല കോടതിയിലെ പ്രത്യേക NIA ജഡ്ജി കഴിഞ്ഞ ദിവസം ഈ കൊടും ഭീകരനെ NIA-ക്ക് വിട്ടു നൽകിയത്. വീണ. ശരി ഗൗതം. US വൈസ് പ്രസിഡന്റ് JD വാൻസും ഭാര്യ ഉഷ വാൻസും ഏപ്രിൽ 21-ന് ഭാരതത്തിലെത്തും. ഡൽഹി, ആഗ്ര, ജയ്പൂർ എന്നിവിടങ്ങളിൽ ഇരുവരും സന്ദർശനം നടത്തും. ഉഷ വാൻസിന്റെ പൂർവികർ കഴിഞ്ഞിരുന്ന ആന്ധ്രാപ്രദേശിലെ വാദലൂരു ഗ്രാമവും സന്ദർശിക്കും. 24 വരെയാണ് ഇരുവരുടെയും ഇന്ത്യൻ സന്ദർശനം. ഈ മാസം 21-ന് US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസും ഇന്ത്യയിലെത്തുമെന്നാണ് വിവരം. അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും റിപ്പോർട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയിലേക്ക് മൂന്നാമത്തെ ആഴ്ചയിലേക്ക്, ഈ മാസം 3-ാം ആഴ്ചയിലായിരിക്കും സന്ദർശനം എന്നാണ് റിപ്പോർട്ടുകൾ. പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള മോദിയുടെ 3ാമത് സൗദി സന്ദർശനമാണ് ഇത്തവണത്തേത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയിലെത്തും. ഏപ്രിൽ 3-ാം ആഴ്ചയിലായിരിക്കും സന്ദർശനമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സൗദിയിലെത്തുന്ന നരേന്ദ്രമോദി ജിദ്ദയിലെ പൊതുസമൂഹവുമായി സംവദിക്കുമെന്നാണ് സൂചന. സൗദി ഭരണാധികാരി സൽമാൻ രാജാവുമായും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, പ്രതിരോധം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള കരാറുകളിലും ഒപ്പിട്ടേക്കും. 2016 ഏപ്രിലിലും 2019 ഒക്ടോബറിലും മോദി സൗദി സന്ദർശിച്ചിരുന്നു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ 2023 സെപ്റ്റംബറിൽ ഇന്ത്യയിലും എത്തിയിരുന്നു. സൗദി അറേബ്യയുടെ 2ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. അതേസമയം സൗദി ഇന്ത്യയുടെ 5ാമത്തെ വലിയ വ്യാപാര പങ്കാളിയുമാണ്. ജനം, ദുബായ്. നയിനാർ നാഗേന്ദ്രൻ തമിഴ്നാട് BJP അധ്യക്ഷനായി ഇന്ന് ചുമതലയേൽക്കും. കഴിഞ്ഞ ദിവസം നാഗേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. K. അണ്ണാമലൈ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എന്നാണ് സൂചന. ഗൗതം അനന്തനാരായണൻ ചേരുന്നു വിവരങ്ങളുമായി. ഗൗതം, അണ്ണാമലൈ തുടങ്ങി വെച്ചു, നാഗേന്ദ്രനിലേക്ക് എത്തുന്നു. ഇപ്പോൾ അതിൻ്റെ ചുക്കാൻ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളിലേക്കുമൊക്കെ കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം അമിത്ഷാ എത്തിയിരുന്നു അവിടെ. ഇനിയിപ്പോൾ അവിടെ ഒരു ഉണർവ് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തലുകൾ ഉണ്ടാകുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? വീണ, നാഗേന്ദ്രൻ ഇന്ന് തമിഴ്നാടിൻ്റെ BJP ഘടകം അധ്യക്ഷനായി ചുമതലയേൽക്കുകയാണ്. നാഗേന്ദ്രൻ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പയറ്റി തെളിഞ്ഞ ഒരു നേതാവ് തന്നെയാണ്. മുൻപ് AIADMK-യിലൂടെയാണ് ഇദ്ദേഹം രാഷ്ട്രീയ പ്രവേശനം ചെയ്യുന്നത്. അതിനുശേഷം അദ്ദേഹം പലതവണ AIADMK-യുടെ MLA ആയിരുന്നു. 2017-ലാണ് BJP-യിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, തമിഴ്നാട് കേരളം പോലെ തന്നെ BJP ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങുന്ന സംസ്ഥാനമാണ്. ദക്ഷിണ ഭാരതത്തിൽ കർണാടകയ്ക്ക് അപ്പുറത്തേക്ക് കേരളവും തമിഴ്നാടും BJP-യുടെ ദേശീയ നേതൃത്വം ലക്ഷ്യമിടുന്ന 2 തുരുത്തുകളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തമിഴ്നാട്ടിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്
കേരളത്തിനും പശ്ചിമ ബംഗാളിനും അസ്സാമിനും പുതുച്ചേരിക്കുമൊപ്പം അടുത്ത വർഷം ഏപ്രിൽ മാസത്തിലാണ്. അതിനാൽ ഒരു വർഷം മാത്രം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കുകയാണ്. ഇപ്പോൾ നാഗേന്ദ്രൻ BJPയുടെ തമിഴ്നാട് ഘടകത്തിൻ്റെ അധ്യക്ഷനായി എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു പുതിയ തുടക്കം തമിഴ്നാടിൻ്റെ മണ്ണിൽ BJP ലക്ഷ്യമിടുന്നു എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇന്നലെ ഈ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ AIADMK വീണ്ടും NDAയിലേക്ക് എത്തുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു എന്നതാണ്. AIADMK BJPയുടെ വളരെ പഴയ സഖ്യകക്ഷിയാണ്. തമിഴ്നാട്ടിൽ ഇരു പാർട്ടികളും ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുകയും അതിൻ്റെ നേട്ടം ഇരു കക്ഷികളും കൊയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ അടുത്ത കാലത്ത് ചില അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് 2023 സെപ്റ്റംബർ മാസത്തിൽ AIADMK NDA ബന്ധം ഉപേക്ഷിച്ച് പുറത്തേക്ക് പോവുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികളും ഒറ്റയ്ക്ക് മത്സരിക്കുകയും ചെയ്തു. അതിനാൽ തന്നെ കാര്യമായൊരു നേട്ടം BJPക്കോ AIADMKക്കോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രൂപപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഈ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ AIADMK മനസ്സിലാക്കുന്നു BJPക്കൊപ്പം നിന്നാൽ മാത്രമേ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ നേട്ടം അല്ലെങ്കിൽ DMKയ്ക്ക് മേൽ ഒരു പ്രതിരോധം തീർക്കുവാൻ തങ്ങൾക്ക് കഴിയുകയുള്ളൂ എന്ന തിരിച്ചറിവ് AIADMKയ്ക്ക് ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി എടപ്പാടി പളനിസ്വാമി ഉൾപ്പെടെയുള്ള നേതാക്കൾ കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇതിൻ്റെയൊക്കെ പിന്തുടർച്ച എന്ന നിലയിൽ ഇന്നലെ AIADMK ഔദ്യോഗികമായി വീണ്ടും NDA പാളയത്തിലെത്തുന്നു. BJPക്ക് തമിഴ്നാട്ടിൽ പുതിയ അധ്യക്ഷൻ നാഗേന്ദ്രൻ ഇന്നിപ്പോൾ ചുമതലയേൽക്കുന്നു. ഒപ്പം നിലവിലെ അധ്യക്ഷനായിട്ടുള്ള K അണ്ണാമലൈ, നമുക്കറിയാം അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത, ചുരുങ്ങിയ കാലം കൊണ്ട് തമിഴ്നാട്ടിലെ ഏറ്റവും സ്വീകാര്യനായ നേതാക്കന്മാരിൽ ഒരാളായി K അണ്ണാമലൈ മാറിയതാണ്. അണ്ണാമലയുടെ ഈ ഒരു ജനകീയ അടിത്തറ കൃത്യമായി ലക്ഷ്യമിടുന്ന അല്ലെങ്കിൽ അത് നോക്കിക്കാണുന്ന BJPയുടെ ദേശീയ നേതൃത്വം അദ്ദേഹത്തെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വീണ. ശരി ഗൗതം, ഏതായാലും അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ DMKക്കെതിരെ ഒരു ശക്തമായ പ്രതിപക്ഷ സഖ്യമായി മാറാൻ കഴിയും BJP AIADMK സഖ്യത്തിന് എന്നാണ് കരുതപ്പെടുന്നത്. അമിത്ഷാ നേരിട്ടെത്തിയാണ് ഈ സഖ്യം പ്രഖ്യാപിച്ചത്. നിയമനം ആവശ്യപ്പെട്ട് വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ നിരാഹാര സമരം 11 ദിവസം പിന്നിടുന്നു. കനത്ത മഴയെ വരെ അവഗണിച്ച സമരം പുരോഗമിക്കുകയാണ്. റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ ഇനി 3 പ്രവൃത്തി ദിവസം മാത്രം ബാക്കി നിൽക്കെ സർക്കാർ കനിയുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികൾ. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, ഈ സർക്കാർ കനിയും എന്ന പ്രതീക്ഷ അവർക്കുണ്ട്. പക്ഷേ എന്തെങ്കിലും തരത്തിൽ ഈ 3 പ്രവൃത്തി ദിവസം മാത്രം ഇനി അവശേഷിക്കാനിരിക്കെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്ക് വിഷയത്തിൽ നടന്നിട്ടുണ്ടോ? ചർച്ചയ്ക്കുള്ള സാധ്യതയോ അങ്ങനെ എന്തെങ്കിലും? വിടാസ്, വനിതകൾ നയിക്കുന്ന 2 സമരമാണ് തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കുന്നത്. ഒന്ന് ആശാ സമരം, ഒന്ന് വനിതാ CPO സമരം. ഈ 2 സമരത്തോടും സർക്കാർ സ്വീകരിക്കുന്ന സമീപനം ഒന്നു തന്നെയാണ്. ചർച്ചയ്ക്ക് വിളിക്കുന്നതിലെന്ന് മാത്രമല്ല അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകൾ, അതായത് ഇന്ന് വെളുപ്പാൻ കാലം മുതലുള്ള ആ മണിക്കൂറുകൾ മുതൽ തലസ്ഥാനത്ത് അകലടക്കം കനത്ത മഴയായിരുന്നു. ഈ കനത്ത മഴയിലും ഇതുപോലെ ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ നിന്നുകൊണ്ട് ഇരുന്ന് സമരം ചെയ്യുകയായിരുന്നു ഉദ്യോഗാർത്ഥികൾ. മറ്റെങ്ങും പോകാൻ അവർക്ക് ഇടമില്ലാതെ ഈ ഒരു സമരവേദിയിൽ തന്നെ കുത്തിയിരുന്ന് അവരുടെ വസ്ത്രങ്ങളും അടക്കം സൂക്ഷിക്കുന്ന ബാഗുകളടക്കം അവിടെ തന്നെ വെച്ചുകൊണ്ടാണ് ഈ സമരം ഇരുന്നത്. അങ്ങനെ ഒരു ടാർപോളിൻ്റെ സഹായത്തോടെ മാത്രം ഈ സമരവേദിയിലിരുന്ന് മഴ നനഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. 3 മണി മുതൽ ശക്തമായ മഴയാണ്, കാറ്റുണ്ട്, അതോടൊപ്പം തന്നെ ഇടിമിന്നലുണ്ട്. ഈ ഇടിമിന്നലും കാറ്റും എല്ലാം അവഗണിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ സമരം ഉദ്യോഗാർത്ഥികൾ തുടരുകയും ചെയ്യുകയാണ്. എന്നാൽ ഇനി പ്രവൃത്തി ദിവസം കണക്കാക്കുമ്പോൾ 3 ദിവസം മാത്രമാണ് ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുവാനുള്ളത്. ഈ സാഹചര്യത്തിൽ അവസാനവട്ടം പ്രതീക്ഷയും കൈവിടുന്നില്ല. കാരണം പ്രതീക്ഷയാണ് ഇവർക്ക് മുന്നിലുള്ളത്. സർക്കാർ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഇവർക്ക് മുന്നിലുള്ളത്. കനത്ത മഴയായിരുന്നു ഇന്നലെ, കഴിഞ്ഞ ദിവസം 3 മണി മുതൽ കനത്ത മഴ. അതിനെ അതിജീവിച്ച് സമരമിരിക്കുകയാണ്. സർക്കാർ കാണുന്നില്ല. ഇന്നലെ രാത്രി 3:30 ആയപ്പോൾ തുടങ്ങിയ മഴയാ. ഞങ്ങളെല്ലാവരും ഇവിടെ ഒരു ടാർപ്പിനടിയിൽ ഇരിക്കുമായിരുന്നു. ഇപ്പോഴും മഴ തീർന്നിട്ടില്ല. ഒരു തുള്ളി പോലും ഉറങ്ങിയിട്ടില്ല രാത്രി ഞങ്ങൾ. ഇതെല്ലാം സർക്കാർ കാണും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. പ്രവൃത്തി ദിവസം കണക്കാക്കുമ്പോൾ ഇനി 3 ദിവസം മാത്രമാണ്. പ്രവൃത്തി ദിവസം കണക്കാക്കുമ്പോൾ 3 ദിവസം മാത്രമാണ്. എന്താണ് പറയാനുള്ളത്? ഈ 3 ദിവസത്തില്ലെങ്കിൽ 3 ദിവസം 3 ദിവസം ഒന്നും വേണ്ട, ശരിക്കും 1 മണിക്കൂർ മതി നമുക്ക് കുറച്ച് വേക്കൻസി തരാൻ വേണ്ടിയിട്ട്. അത് തരുന്നത് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷ. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മണിക്കൂറുകൾ മാത്രം മതി ഒരു ഉത്തരവിറക്കാൻ എന്നൊരു വിശ്വാസമാണ് ഇവർക്കുള്ളത്. ഏതായാലും ആ വിശ്വാസത്തിൽ കൂടിയാണ് ഈ സമരം ഇരിക്കുന്നത്. ഇങ്ങനെ
മഴ നനഞ്ഞുകൊണ്ട് ഇതേ അവസ്ഥ തന്നെയായിരുന്നു ഈ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം ഈ തലസ്ഥാന നഗരത്തിൽ ഇവരുണ്ടായിരുന്നത്, സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉണ്ടായിരുന്നത്. ഒരുപാട് സ്വപ്നങ്ങളുമായി പഠിച്ച് ഒരു വനിതാ പോലീസ് ആകണമെന്ന ഒരു ഉദ്ദേശത്തോടു കൂടി പഠിച്ച് ഉദ്യോഗാർത്ഥികളാണ്. അവർക്കാണ് ഈ ഒരു സങ്കടസ്ഥിതി ഉണ്ടാകുന്ന അവസ്ഥ. കഴിഞ്ഞ ദിവസം ഭിക്ഷയെടുത്തുകൊണ്ടായിരുന്നു സമരം ചെയ്തത്. ഇത്തരത്തിൽ ഉദ്യോഗം ലഭിക്കുവാൻ, ജോലി ലഭിക്കുവാൻ ഭിക്ഷയെടുക്കണം എന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകുന്നതും സംസ്ഥാന സർക്കാരിന് വലിയ വീഴ്ചയാണ്. അല്ലെങ്കിൽ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയാണ്. ഇഷ്ടക്കാർക്ക് വാരിക്കോരി നൽകുകയും അതിന് കണക്കുകൾ വയ്ക്കാതെ വാരിക്കോരി നൽകുന്ന സർക്കാരാണ് ഇത്തരം സമരങ്ങളോട് അല്ലെങ്കിൽ ഇത്തരം ഉദ്യോഗാർത്ഥികളോടും ആശാസമരത്തോടും എല്ലാം ഇത്തരം സമീപനങ്ങൾ കാണിക്കുന്നത്. ഇപ്പോഴും ഈ നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയും. മഴയാണ്, മഴ പെയ്യുന്നു, ഒരു കുട പോലുമില്ല. ഒരു കുടയിൽ 3-4 പേർ ഒരുമിച്ചിരുന്നു കൊണ്ട് ഇരിക്കുകയാണ്. മറ്റ് പരസഹായമില്ലാതെയാണ് ഇവിടെ ഇരുന്ന് സമരം ചെയ്തത്. ഒരു ഗതികേട് കൂടിയാണ് ഈ ഉദ്യോഗാർത്ഥികൾ അവരുടെ ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അധികൃതർ ഇനിയെങ്കിലും കണ്ണു തുറക്കണം, കാണണം എന്നൊരു അപേക്ഷ മാത്രമാണ്. ഇത്തരത്തിൽ പെൺകുട്ടികൾ രാത്രിയെന്നില്ല പകലെന്നില്ല ഒരു യാതൊരു സുരക്ഷയുമില്ലാതെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇങ്ങനെ സമരമിരിക്കുകയാണ്. ഭക്ഷണം കൃത്യമായില്ല. ഇത്തരത്തിൽ പ്രാഥമികമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ പോലും അടിസ്ഥാന സൗകര്യങ്ങളില്ല. വളരെയേറെ പരിമിതികളാണുള്ളത്. ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത പരിമിതികളിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ 11 ദിവസമായി ഇവർ സമരത്തിലാണ്. ഇതുവരെ സർക്കാർ കണ്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗം നടന്നിരുന്നു. മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ഉന്നയിക്കാൻ സാധ്യതയുണ്ട് എന്നിരുന്നിട്ട് പോലും അത്തരം പരാമർശങ്ങൾ അല്ലെങ്കിൽ അത്തരം ഈ വിഷയങ്ങൾ പോലും ചർച്ച ചെയ്തില്ല. അതിനുശേഷം മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തി. പത്രസമ്മേളനത്തിലും ഈ ഉദ്യോഗാർത്ഥികളുടെ വിഷയം മാധ്യമപ്രവർത്തകർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അടുത്ത ആഴ്ചയാകട്ടെ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അടുത്ത ആഴ്ചയാകുമ്പോഴേക്കും ഈ സമരം അവസാനിപ്പിക്കേണ്ട സാഹചര്യം എത്തും. കാരണം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയൊക്കെ അവസാനിക്കും. തുടർന്നുള്ള സമരം ഇരിക്കുന്നതിൽ തുടർന്ന് ഇവർക്ക് സമരം ഇരിക്കേണ്ട സാഹചര്യം ഉണ്ടാകാതാകുകയും ചെയ്യും എന്ന അവസ്ഥയുമാണ് നിലനിൽക്കുന്നത്. എന്തായാലും സമരം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യാഗ്രഹ സമരമാണ്. ഒപ്പം സത്യാഗ്രഹം ഇരിക്കുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി വനിതാ CPO റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട വനിതാ CPO ഉദ്യോഗാർത്ഥികളും ഈ സമരമിരിക്കുന്നു. കനത്ത മഴയാണ്, ഇടിമിന്നലുണ്ട്. ആ കനത്ത ഇടിമിന്നലും മഴയും ഒന്നും ഇവരുടെ സമര പോരാട്ടങ്ങളെ, സമരവീര്യത്തെ തകർക്കാൻ കഴിയില്ല എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ് സമരമിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾ വളരെയേറെ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് അറിയാം, കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിലുള്ള സമരങ്ങളെല്ലാം അരങ്ങേറുന്നു. കർപ്പൂരം കയ്യിൽ വെച്ച് കത്തിക്കുക, മുട്ടിലിഴഞ്ഞ് സമരം ചെയ്യുക, ഉപ്പുകല്ലിൽ നിവർന്നു നിന്ന് സമരം ചെയ്യുക തുടങ്ങിയ സമരമുറകളെല്ലാം ഈ 11 ദിവസത്തിനുള്ളിൽ തലസ്ഥാനം കാണുകയും ചെയ്തു. ഇത്തരം സമരമുറകൾ കണ്ടിട്ട് പോലും, ഇത്തരം ദുഃഖവും പരിദേവനങ്ങൾ കണ്ടിട്ട് പോലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കണ്ണ് തുറക്കുന്നില്ല എന്നൊരു പരാതി മാത്രമാണുള്ളത്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും സർക്കാരിൽ ഒരു പ്രതീക്ഷ ഇവർ വെച്ച് പുലർത്തുന്നു. എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നെങ്കിൽ അത് സർക്കാരിന് മാത്രമേ കഴിയുള്ളൂ. ആ ഒരു പ്രതീക്ഷ കൂടി വെച്ച് പുലർത്തുന്നുണ്ട്. അവസാന നിമിഷമെങ്കിലും തങ്ങൾക്ക് അനുകൂലമായൊരു സമീപനം അല്ലെങ്കിൽ തങ്ങൾ കാത്തിരിക്കുന്നൊരു ശുഭവാർത്ത സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നൊരു പ്രതീക്ഷ കൂടി പങ്കുവെച്ചുകൊണ്ടാണ് ഈ ഉദ്യോഗാർത്ഥികൾ സമരമിരിക്കുന്നത്. കനത്ത മഴയിലും സമരവീര്യം ഒട്ടും തന്നെ ചോരാതെ ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുകയാണ്. വീണ. ഓക്കെ, ശരി പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ സെക്രട്ടേറിയറ്റിന് മുൻവശം ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആശാസമരത്തിൽ നമുക്കറിയാം ഇന്ന് അവിടെ പൗരസാഗരം നടക്കും. അതേസമയം ഇവിടെ ഈ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇനി 3 പ്രവൃത്തി ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മുന്നിൽ വലിയ ദിവസങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യും എന്നുള്ളൊരു ആശങ്ക കൂടി അവർ പങ്കുവയ്ക്കുന്നുമുണ്ട്. പാതിവില തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് കൂടുതൽ രാഷ്ട്രീയ നേതാക്കളുടെ മൊഴിയെടുക്കും. ഇടുക്കി MP ഡീൻ കുര്യാക്കോസിൻ്റെയും CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസിൻ്റെയും മൊഴിയെടുക്കാനാണ് നീക്കം. കേസിലെ മുഖ്യപ്രതി അനന്തുകൃഷ്ണന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ഡീൻ കുര്യാക്കോസ് MPയും CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസും ലക്ഷങ്ങൾ വാങ്ങിയെന്ന് പ്രതി അനന്തുകൃഷ്ണൻ മൊഴി നൽകിയിരുന്നു. കിരൺ ചെയ്ത വിവരങ്ങളുമായി. കിരൺ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? വീണ, ഈ പാതിവില തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുള്ള മുഖ്യപ്രതി അനന്തുകൃഷ്ണന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ രാഷ്ട്രീയ നേതാക്കളുടെ മൊഴിയെടുക്കാനായിട്ടുള്ള നീക്കം ക്രൈംബ്രാഞ്ച് സംഘം ആരംഭിച്ചിരിക്കുന്നത്. ഈ തട്ടിപ്പിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പണം വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ നേതാക്കൾക്ക് നൽകിയിട്ടുണ്ടെന്ന് അനന്തുകൃഷ്ണൻ നേരത്തെ മൊഴി നൽകിയിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുള്ള നടപടി ഉണ്ടായിരിക്കുന്നത്. ഇടുക്കി MP ആയിട്ടുള്ള ഡീൻ കുര്യാക്കോസ്, ഒപ്പം തന്നെ ഇടുക്കിയിലെ CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് എന്നിവരുടെ മൊഴിയെടുക്കാനായിട്ടാണ്
തരത്തിലാണ് നീക്കം നടക്കുന്നത്. ഡീൻ കുര്യാക്കോസിന് 45 ലക്ഷവും CV വർഗീസിന് 25 ലക്ഷവും നൽകിയതായിട്ടായിരുന്നു അനന്തുകൃഷ്ണൻ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നത്. എന്നാൽ ആദ്യം തന്നെ ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ CV വർഗീസ് ഇതിനെ നിഷേധിച്ചിരുന്നു. അനന്തുകൃഷ്ണൻ പറഞ്ഞിരുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കാണ് പണം നൽകിയിരിക്കുന്നത്. അത് CV വർഗീസിന് തങ്കമണി സർവീസ് സഹകരണ ബാങ്കിലുള്ള അക്കൗണ്ടിലേക്ക് പണം കൈമാറിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമായിരുന്നു അനന്തുകൃഷ്ണൻ പറഞ്ഞിരുന്നത്. ഒപ്പം തന്നെ ഡീൻ കുര്യാക്കോസിന് നൽകിയിട്ടുള്ളതും ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കുള്ള പണമായിരുന്നു. എന്നാൽ ഈ CV വർഗീസ് പറയുന്നത് തനിക്ക് തങ്കമണി സർവീസ് സഹകരണ ബാങ്കിൽ നിലവിലിപ്പോൾ അക്കൗണ്ടില്ല. നേരത്തെ ചില ലോണുമായി ബന്ധപ്പെട്ടുള്ള ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. അത് 2 വർഷത്തിനുള്ളിൽ തന്നെ ആ ലോൺ അടച്ചു തീർക്കുകയും പിന്നീട് അക്കൗണ്ട് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അതുമാത്രമല്ല അനന്തുകൃഷ്ണനെ അറിയാമായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഈ CV വർഗീസ് പറയുന്നുണ്ട്. ഈ കേസിൽ പിടിയിലായതിനു ശേഷം അനന്തുകൃഷ്ണൻ മൂന്നാമതൊരാൾ വഴി താനുമായി ബന്ധപ്പെട്ടിരുന്നു. കേസിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ഇടപെടൽ ഉണ്ടാക്കണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടില്ല എന്നറിയിച്ച് മടക്കി അയക്കുകയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് CV വർഗീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. ഏതായാലും ഈ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത തേടുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത്. ഇരുവരെയും വരും ദിവസങ്ങളിൽ തന്നെ വിളിച്ചു വരുത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അതേസമയം തന്നെ കോൺഗ്രസ് നേതാവായിട്ടുള്ള ലാലി വിൻസെൻറ്റിൻ്റെ മൊഴി കഴിഞ്ഞ ദിവസവും വീണ്ടും ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ 3ാം തവണയാണ് ലാലി വിൻസെൻറ്റിനെ ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്യുന്നത്. കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ലാലി വിൻസെൻറ്റിൻ്റെ മൊഴിയെടുത്തത്. ഇവർ പ്രധാനമായിട്ടും പറയുന്നത് അനന്തുകൃഷ്ണന് താൻ ലീഗൽ അഡ്വൈസർ ആയിരുന്നു. ഈ ലീഗൽ അഡ്വൈസർ എന്ന നിലയിൽ മാത്രമാണ് അനന്തകൃഷ്ണനുമായിട്ട് ബന്ധമുള്ളത്. ഈ നിലയിൽ തനിക്ക് പണം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ലാലി വിൻസെൻ്റ് വ്യക്തമാക്കുന്നുണ്ട്. ലാലി വിൻസെൻറ്റിന് 46 ലക്ഷം രൂപ നൽകിയതായിട്ടുള്ള കാര്യമാണ് നേരത്തെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നത്. ഈ പണം ഈ ലീഗൽ അഡ്വൈസർ എന്ന നിലയിൽ തനിക്ക് ലഭിച്ചിട്ടുള്ള ഫീസാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ലാലി വിൻസെൻ്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഈ കാര്യം മുഖവിലക്കെടുക്കാനായിട്ട് ക്രൈംബ്രാഞ്ച് സംഘം തയ്യാറായിട്ടില്ല. വീണ്ടും ലാലി വിൻസെൻ്റ് അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വീണ. ഓക്കെ, ശരി. സംസ്ഥാന സർക്കാരിൻ്റെ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പരാതികൾ തുടരുകയാണ്. വീട് നിർമ്മാണത്തിൽ കൃത്രിമം നടന്നു എന്നാണ് പരാതി. പണി പൂർത്തിയായി 3 മാസമായപ്പോഴേക്കും വിണ്ടുകീറലും ചോർച്ചയും കാരണം ദുരിതത്തിലാണ് നിർധന കുടുംബം. കോഴിക്കോട് ഓമശ്ശേരി പഞ്ചായത്തിലെ 2ാം വാർഡിൽ ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മിച്ച വീടിന് ആവശ്യമായ സിമന്റും മറ്റും ചേർത്തില്ലെന്നാണ് പരാതി. അതിനാൽ വീട് ഏത് നിമിഷവും തകർന്നു വീണേക്കാമെന്ന ഭീതിയിലാണ് വീട്ടുകാർ. ചുള്ളയിൽ വീട്ടിൽ സൗമിനിയാണ് കളക്ടർക്കും ലൈഫ് മിഷൻ അധികൃതർക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും കോടഞ്ചേരി പോലീസിനും ഇത് സംബന്ധിച്ച് പരാതി നൽകിയത്. ആ വീടില് കൂടുന്നതിന് മുന്നേ തന്നെ പൊളിയും അത് കഴിഞ്ഞിട്ട് ഈ വർഷകാലം ഇത് ചോർച്ച അനുഭവപ്പെടുന്നതായിട്ട് രീതിയും വന്നു തുടങ്ങി. അതിന് പ്രകാരം ഞങ്ങള് പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും രേഖാമൂലം സെക്രട്ടറി അറിയിച്ചില്ലായിരുന്നു. സെക്രട്ടറിക്ക് കഴിഞ്ഞ ദിവസമാണ് നമ്മൾ അറിയിച്ചത്. ബാക്കിയുള്ളവരെയൊക്കെ അറിയിച്ച് അവര് ഇതിന്റെ മാനേജ് പണിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പൈസ തരാമെന്ന് പറഞ്ഞു. അതും കിട്ടിയില്ല. ലൈഫ് മിഷന്റെ ഓഫീസിൽ ഇതൊക്കെ ഞങ്ങൾ പരാതി കൊടുത്തിരിക്കുകയാണ്. ഇത് ഞങ്ങൾക്ക് ഈ ആജീവനാന്തം വീട് ഈ ലൈഫിന്റെ വീട് പൊളിഞ്ഞു പോകാനുള്ള സാധ്യത മെറ്റൽ റിപ്പോർട്ടിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. വീട് നിർമ്മിക്കാൻ 4 ലക്ഷം രൂപയാണ് ലൈഫ് പദ്ധതി പ്രകാരം ലഭിച്ചത്. വാർഡ് മെമ്പറും BLOയും പറഞ്ഞതനുസരിച്ച് വീട് നിർമ്മിക്കാൻ കൂടത്തായി സ്വദേശിയെയാണ് കരാർ ഏൽപ്പിച്ചത്. 2024 മാർച്ച് 24 വീടിന്റെ ചുമർ പ്ലാസ്റ്ററിംഗ് വരെ പൂർത്തിയാക്കി. ഏപ്രിലിൽ വീട്ടിൽ താമസവും തുടങ്ങി. കരാറുകാരന് 3 ലക്ഷം രൂപ BLO മുഖേന ഏൽപ്പിക്കുകയും ചെയ്തു. പ്രായമായ ഭർത്താവും മകളുമൊത്താണ് സൗമിനി വീട്ടിൽ താമസിക്കുന്നത്. മഴക്കാലമായതോടെ ചുമരിലൂടെ വെള്ളമിറങ്ങാനും കുമ്മായം അടർന്നു വീഴുവാനും തുടങ്ങി. സംശയം തോന്നിയ വീട്ടുകാർ കെമിക്കൽ ടെസ്റ്റ് നടത്തിയതിലാണ് പ്ലാസ്റ്ററിംഗിൽ കൃത്രിമം നടത്തിയതായി കണ്ടെത്തിയത്. കൃത്യമായ അളവിൽ സിമന്റ് ചേർക്കാതെയായിരുന്നു നിർമ്മാണം. പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ബന്ധപ്പെട്ട അധികൃതരെയും വിവരമറിയിച്ചെങ്കിലും ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും പരാതി. ചോർച്ച ഒഴിവാക്കാൻ വീണ്ടും 15,000 രൂപ മുടക്കിയാണ് കൊച്ചു വീടിനുള്ളിൽ കുടുംബം കഴിയുന്നത്. ജനം, കോഴിക്കോട്. നേമം സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപ തട്ടിപ്പിൽ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാതെ ബാങ്ക് നടപടികൾ ഇഴയുന്നു. ബാങ്ക് മന്ദിരം ലേലം ചെയ്യണമെന്നും ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ സ്വത്ത് കണ്ടുകെട്ടണമെന്നും ആവശ്യമുയർത്തി നിക്ഷേപകരും രംഗത്ത് വന്നു. ബാങ്കിനെ വിശ്വസിച്ചവർക്ക് താൽക്കാലിക ആശ്വാസം ലഭിക്കുന്ന നടപടിക്രമങ്ങൾ ദ്രുതഗതിയിലാക്കണമെന്നും നിക്ഷേപകരുടെ ആവശ്യം.
നേമം സർവീസ് സഹകരണ ബാങ്കിലെ നിക്ഷേപങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് താൽക്കാലിക ആശ്വാസം നൽകുന്നതിന് കോടികൾ മുടക്കി നിർമ്മിച്ച ബാങ്ക് മന്ദിരം ലേലം ചെയ്യണമെന്നാണ് ആവശ്യം ഉയരുന്നത്. അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും നിലവിലെ ഭരണസമിതി പിരിച്ചുവിട്ട് അംഗങ്ങളായ നിക്ഷേപകരുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി രൂപീകരിക്കണമെന്നും ആവശ്യവും ശക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും സഹകരണ വകുപ്പ് മന്ത്രിക്കും സഹകരണ രജിസ്ട്രാർക്കും നിക്ഷേപകർ നിവേദനം നൽകി. ചികിത്സാ ചെലവുകൾക്കായി ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന 10 ലക്ഷം രൂപ മടക്കി ലഭിക്കാത്തതിനെ തുടർന്ന് ചികിത്സ ലഭിക്കാതെ കഴിഞ്ഞ ദിവസം ഒരു നിക്ഷേപകൻ മരണപ്പെട്ടിരുന്നു. നിക്ഷേപകരായ നിരവധി പേരുടെ ചികിത്സകളും മക്കളുടെ വിവാഹ ആവശ്യങ്ങളും മുടങ്ങിയിരിക്കുകയാണ്. സഹകരണ ഓഡിറ്റ് വിഭാഗം കൃത്യമായ രേഖകൾ ബാങ്കിൽ സൂക്ഷിച്ചിട്ടില്ല എന്നതിന്റെ പേരിൽ ഓഡിറ്റ് പൂർത്തിയാക്കാതെ നീട്ടിക്കൊണ്ടുപോവുകയാണ്. ബാങ്കിന്റെ മുൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്ത് അവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ വൈകരുതെന്നും നിവേദനത്തിൽ നിക്ഷേപകർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച നമുക്കറിയാം സെക്രട്ടേറിയറ്റ് മുന്നിൽ നിന്നായിരിക്കും. നമ്മളിപ്പോൾ ഈ അവിടെ ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെയിലേക്ക് പോയപ്പോൾ തന്നെ മനസ്സിലായ ഒരു കാര്യമാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ നിന്ന് എത്രത്തോളം സമര കലുഷിതമാകുമെന്നുള്ളത്. സമരത്തിനേക്കാൾ ഉപരി ഇതൊരു പ്രതിഷേധം രേഖപ്പെടുത്തൽ കൂടിയാണ്. കാരണം ആശാസമരം ഇങ്ങനെ 60 നാളുകൾ പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന് ഐക്യദാർഢ്യവുമായി സാംസ്കാരിക പ്രവർത്തകരെല്ലാം അവിടെ എത്തിച്ചേരുകയാണ്. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പൗരസാഗരം ഇന്ന് നടക്കും. കേരളം ആശമാർക്കൊപ്പം എന്ന പേരിലാണ് ഈ പൗരസാഗരം സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം കേരളം ആശമാർക്കൊപ്പമാണ്. പലയിടങ്ങളിൽ നിന്ന് അവർക്കുള്ള പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ 10,000-ഓളം ആളുകൾ എത്തിച്ചേരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 60 ദിനരാത്രങ്ങൾ രാപ്പകൽ സമരമാണല്ലോ അവർ നടത്തുന്നത്. മാത്രമല്ല നിരാഹാര സമരത്തിലേക്കും അവർ കടന്നിരുന്നു. വിവിധ രാഷ്ട്രീയ, സാംസ്കാരിക, ചലച്ചിത്ര മേഖലയിലെ പ്രമുഖർ എത്തിച്ചേരും ഈ പൗരസാഗരത്തിൽ എന്നാണ് അറിയുന്നത്. 11 മണിയോടുകൂടിയാണ് ഈ പൗരസാഗരം അവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ആസൂത്രണങ്ങളൊക്കെ ഒരു പക്ഷേ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ടാകും. അവിടേക്ക് കൂടുതൽ ഈ പൗരസാഗരത്തിൽ പങ്കെടുക്കുന്നതിനായി പ്രമുഖർ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്ക് പ്രശാന്തിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ഈ ആശാ സമരം നടക്കുന്ന ഇടത്ത് നിന്ന്. പ്രശാന്ത്, രാവിലെ എന്നല്ല ഈ 60 ദിവസങ്ങളിലും അവർ നമ്മളോട് വ്യക്തമാക്കിയൊരു കാര്യമുണ്ട്. വളരെ സ്ട്രോങ് ആയി തന്നെ അവരുടെ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു. ഞങ്ങൾക്ക് ജീവിക്കണം, അത് മാത്രമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷെ അവരുടെ ജീവിക്കണമെന്ന അവർ പറയുന്ന ഒരു ആവശ്യത്തിൽ പോലും ചർച്ച നടക്കാത്ത സാഹചര്യമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല അവർ സൂചിപ്പിക്കുന്നത് പോലെ അപമാനിക്കുന്ന സാഹചര്യവും ഏറെയുണ്ട്. ഇതിനെതിരെയൊക്കെ പ്രതിഷേധം പലയിടങ്ങളിൽ നിന്ന് ഉയർന്നതാണ്. ഇന്ന് ഈ പൗരസാഗരം അവിടെ നടക്കുമ്പോൾ എങ്ങനെയാണ് ആ പരിപാടി? അതിൽ ഈ ആശാപ്രവർത്തകരുടെ കുടുംബാംഗങ്ങളുമൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സാഗരം തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ പ്രതിഷേധം ഈ പൗരസാഗരത്തിലെത്തുന്ന പ്രമുഖർ എങ്ങനെയാണ് രേഖപ്പെടുത്തുക? മറ്റു വിവരങ്ങൾ എന്താണ്? വീണ, ഇതുവരെ അതായത് ഈ 62 ദിവസം പിന്നിടുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് സംബന്ധമായിട്ടുള്ള നടപടിക്രമങ്ങളൊന്നും പാലിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഈ പൗരസാഗരം സംഘടിപ്പിക്കുന്നത്. അതും സാംസ്കാരിക മേഖലയിലുള്ളവർ, എഴുത്തുകാരടക്കമുള്ള സാംസ്കാരിക പ്രവർത്തകർ അവരുടെ ഭാഗത്തു നിന്നൊരു പിന്തുണ എന്ന നിലയിലാണ് പൗരസാഗരം തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സമരസമിതിക്ക് ഇരിക്കുന്ന സമരപ്പന്തലിന് മുന്നിൽ സംഘടിപ്പിക്കുന്നത്. 10,000-കണക്കിന് ആളുകൾ ഈ പൗരസാഗരത്തിൽ അണിചേരുമെന്നാണ് ഇപ്പോൾ സമരസമിതിയും പറയുന്നത്. നമ്മൾ രാവിലെ ഇവിടെ എത്തുമ്പോൾ എങ്ങനെയായിരുന്നു, അതിൽ നിന്ന് വ്യത്യസ്തമായി നിരവധി ആശാപ്രവർത്തകർ സമരവേദിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പല ജില്ലകളിൽ നിന്നുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നിരവധി ആശാ പ്രവർത്തകർ ഈ സമരവേദിയിലേക്ക് എത്തിയിരിക്കുന്നു. ഒപ്പം സത്യാഗ്രഹം ഇരിക്കുന്ന 3 പേർ ഇവിടെ ആ സത്യാഗ്രഹം ഇരിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ സമരം ശക്തമായി തന്നെ തുടരുകയാണ്. അതോടൊപ്പം തന്നെ പൗരസാഗരത്തിൽ അണിചേരാനായി നിരവധി ആശമാരും ഈ സമരപ്പന്തലിലേക്ക് എത്തിയിട്ടുണ്ട്. നിരവധി പേരാണ് എത്തിയിരിക്കുന്നത്. ചേച്ചി, സത്യാഗ്രഹം ഇരിക്കുകയാണ്. എത്ര ദിവസമായി സത്യാഗ്രഹം ഇരിക്കുന്നു? ഇന്ന് 4ാമത്തെ ദിവസമാണ്. ക്ഷീണം നമ്മളുടെ ആവശ്യമാണ്. ക്ഷീണത്തിനേലും നമ്മളുടെ ആഗ്രഹം. ക്ഷീണം എത്ര ക്ഷീണം ഉണ്ടായാലും നമ്മൾക്ക് ഇതിന് വേണ്ടിയിട്ട് മരിക്കാൻ വരെ ഞങ്ങൾ തയ്യാറാണ്. ഇപ്പം ഇന്നലെ മഴയത്ത് ഞങ്ങൾ എണീറ്റിരിക്കായിരുന്നു നനഞ്ഞിട്ട്. ഈ നിരാഹാരം എടുക്കുമ്പോൾ ഇതേപോലെ വയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ എണീറ്റിരിക്കുക എന്ന് പറഞ്ഞുള്ള അതുപോലും കാണാനായിട്ട് അവർക്ക് കണ്ണില്ലല്ലോ. ഞങ്ങളുടെ ഈ ഒരു അവസ്ഥയിലേക്ക് തന്നെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെങ്കിലും ഞങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ നിരാഹാരം ഇരിക്കുന്നവരുടെ ഒരു പരിദേവനമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അതുപോലെ തന്നെ നിരവധി ചേച്ചിമാർ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ പൗരസാഗരത്തിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുകയാണ്. ചേച്ചി എവിടെ നിന്നാണ് ചേച്ചി വരുന്നത്? ഞാൻ കാലടി. എപ്പോഴും രാവിലെ എത്തി?
രാവിലെ തന്നെ എത്തി, 8 മണിയാകുമ്പോൾ എത്തി. നേരത്തെ ഈ സമരത്തിൽ വന്നിട്ടുണ്ടാവും? പിന്നെ ഞങ്ങളുടെ സമരമല്ല, ഞങ്ങളല്ലാണ്ട് പിന്നെ ആരാ വന്നേ? ഞങ്ങൾ വന്നത് വിജയിപ്പിക്കാനാണ് ഞങ്ങൾ വന്നേക്കണത്. തോൽപ്പിക്കാൻ പലരുണ്ടെങ്കിലും വിജയിപ്പിക്കണേ ഞങ്ങൾ തന്നെ വിചാരിക്കണമല്ലോ. അതുതന്നെയാണ് നേരത്തെ കഴിഞ്ഞ ഈ 60 ദിവസങ്ങളിൽ പലതവണയായി സമര സ്ഥലത്ത് എത്തിയവരെല്ലാവരും വീണ്ടും ഈ സമരവേദിയിലേക്ക് ഒരിക്കൽ കൂടി എത്തുകയാണ്. ചേച്ചി എവിടെ നിന്നാണ് വരുന്നത്? കാലടി. എല്ലാവരും കാലടി? അല്ല, മാറിയുണ്ട്. കാലടിന്ന് 13-14 പേരുള്ളൂ. ഈ സമരത്തോടൊപ്പം നിൽക്കുകയാണല്ലേ? അതെ, തീർച്ചയായിട്ടും അതെ. എന്തായാലും ഞങ്ങൾക്ക് വിജയം കണ്ടേ തീരൂ. സമരത്തിൽ ആൾക്കൂട്ടങ്ങളില്ല അല്ലെങ്കിൽ ആളുകളില്ല എന്നടക്കമുള്ള ചില ആരോപണങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതിനെല്ലാം ഉള്ളൊരു മറുപടി കൂടിയാണോ ഇങ്ങനെ എല്ലാവരും എത്തി സർക്കാരിന് മുന്നിൽ തങ്ങളുടെ ശക്തി കാണിച്ചു കൊടുക്കുക കൂടിയാണോ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അതെ. അങ്ങനെ നിരവധി ആശാപ്രവർത്തകർ പല സ്ഥലങ്ങളിൽ നിന്ന്, കാലടിയിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും പാലക്കാട് നിന്നും അങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ആശാപ്രവർത്തകരാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ചേച്ചി എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? തൃശ്ശൂർ ജില്ല. രാവിലെ എത്തി. എങ്ങനെയാണ് ഈ സമരം തുടരുന്നു? 62 ദിവസമായി തുടരുന്നു. ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു സമീപനങ്ങളോ നിങ്ങൾക്ക് അനുകൂലമായ രീതിയിലൊന്നും നടക്കുന്നില്ല, ചർച്ചകൾ മാത്രം നടന്നതേ ഉള്ളൂ. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അവർ കണ്ണു തുറക്കുന്നെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വിജയം വരെ നിൽക്കും. അങ്ങനെയാണ്, സർക്കാർ കണ്ണു തുറക്കുമെന്നൊരു പ്രതീക്ഷയാണ്. ചേച്ചി, നമ്മൾ രാവിലോട് സംസാരിച്ച ആഴ്ചയാണ്. ഇപ്പോഴും ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് പല ഭാഗത്തുനിന്നും. പറഞ്ഞില്ലേ, അറബിക്കടൽ ഇളകി വരുന്ന പോലെ നമ്മുടെ ആശമാർ ഇപ്പം എത്തും. മഴ ഒന്നും നമുക്കൊരു പ്രശ്നമല്ല. എന്തായാലും ഒരുപാട് ആശമാർ അവരെ കുടുംബസമേതം എത്തും. അതുതന്നെയാണ്, മഴയും വെയിലും ഒന്നും ഒരു പ്രശ്നമേ അല്ല. കഴിഞ്ഞ 60 ദിനരാത്രങ്ങളും ഇങ്ങനെ തന്നെയായിരുന്നു ഇവിടെ കഴിച്ചു കൂട്ടിയത്. ഈ ശക്തമായ മഴയുണ്ടായിരുന്നു, ചൂടുണ്ടായിരുന്നു, കാറ്റുണ്ടായിരുന്നു, വെയിലുണ്ടായിരുന്നു. ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ 62 ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്നത്. എന്നാൽ ഈ സമയത്തൊന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സമീപനങ്ങളാണ് ഏറ്റവും വേദനിപ്പിക്കുന്നത്. ഇത്രയും ഈ പ്രതികൂലമായ കാലാവസ്ഥയിലുണ്ടാകുന്ന ആ കാലാവസ്ഥ മൂലമുണ്ടാകുന്ന വേദനകളോ അല്ലെങ്കിൽ പട്ടിണി സമരം ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളോ ഒന്നും അവർക്കൊരു ബുദ്ധിമുട്ടേ അല്ല. എന്നാൽ സർക്കാർ സ്വീകരിക്കുന്ന സമീപനം, ഈ സമരക്കാരോട് സ്വീകരിക്കുന്ന സമീപനം, ആ സമീപനമാണ് ഈ ആശാപ്രവർത്തകരെ ഏറ്റവും വേദനയുളവാക്കുന്നത്. കാരണം ഇത്രയും ദിവസങ്ങൾ പിന്നിടുമ്പോഴും അവരുടെ വിഷയത്തെ പൂർണ്ണമായി ഒന്ന് പരിഗണിക്കുവാൻ പോലും സർക്കാർ കാണുന്നില്ലെന്ന് മാത്രമല്ല, CPM-ൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നിരന്തരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ, അവഗണനകൾ, CPM നേതാക്കൾ നടത്തുന്ന അവഗണനകൾ, ഇതൊക്കെയാണ് ഏറ്റവും വേദനയായി ഇവർക്ക് തോന്നുന്നത്. എന്തായാലും പൗരസാഗരം 11 മണിക്ക് സംസ്ഥാനത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ അരങ്ങേറും. രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലുള്ളവർ, എഴുത്തുകാർ അടങ്ങുന്ന സാംസ്കാരിക മേഖലയിലുള്ള വിവിധ വ്യക്തിത്വങ്ങൾ ഈ പരിപാടിയിൽ പങ്കാളികളാകും. 10,000 ഇതിൽ അണിചേരുമെന്നാണ് ഈ ആശാപ്രവർത്തകർ പറയുന്നത്. ആശാപ്രവർത്തകരുടെ കുടുംബങ്ങളോടൊപ്പമാണ് ഇതിൽ പങ്കെടുക്കാൻ വരുന്നത്. മാത്രമല്ല മറ്റ് രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലുണ്ടാവും. അതോടൊപ്പം തന്നെ ഇതുവരെ ഇത്രയും ദിവസം ഈ സമരവുമായി ബന്ധപ്പെട്ട് നിന്നവർ, സമരവുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയവർ അടക്കമുള്ളവർ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുകയും ചെയ്യും. ഏതായാലും 11 മണിയോട് കൂടിയാണ് ആശാസമരത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന പൗരസാഗരം എന്ന പരിപാടി ഇവിടെ കേരളം ആശമാർക്കൊപ്പം എന്ന മുദ്രാവാക്യവുമായി അല്ലെങ്കിൽ കേരളം ആശമാർക്കൊപ്പം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് സമരം ഉണ്ടാകുക. പൗരസാഗരം നടക്കുക. 11 മണിക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ 10,000 അണിനിരന്നുകൊണ്ടുള്ള പൗരസാഗരമാണ് ഇന്ന് 62ാം ദിവസം ആശമാരുടെ രാപ്പകൽ സമരം പിന്നിടുമ്പോൾ ഉണ്ടാകുന്നത്. പൗരസാഗരം പരിപാടിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. കേരള ആശമാർക്കൊപ്പം എന്ന ഒരു സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ പൗരസാഗരം നടക്കുക. സാംസ്കാരിക പ്രവർത്തകർ ആണ് ഇത് നടത്തുന്നത്. ഇതിൽ ചലച്ചിത്ര പ്രവർത്തകർ, വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ, വിവിധ സാംസ്കാരിക സംഘടനകളിലെ നേതാക്കൾ, എഴുത്തുകാർ ഒക്കെയും പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇവരൊക്കെയും പല ഘട്ടങ്ങളിലായി നമുക്കറിയാം സമരം ചെയ്യുന്ന ആശാന്മാരുടെ പന്തലിലെത്തി അവിടെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു, പിന്തുണ അറിയിച്ചിരുന്നു. പക്ഷേ ഒരു തീരുമാനവുമാകാതെ 60 നാൾ, 2 മാസം പിന്നിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കനത്ത മഴയെ കൂടി അവഗണിച്ചുകൊണ്ടാണ് അവർ ഈ രാപ്പകൽ സമരം തുടരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഐക്യദാർഢ്യം നേരിട്ട് പ്രഖ്യാപിക്കേണ്ടതുണ്ട് എന്നത് കണക്കാക്കി തന്നെയാണ് ഈ ഐക്യദാർഢ്യവുമായി സാംസ്കാരിക പ്രവർത്തകർ പൗരസാഗരം സംഘടിപ്പിച്ചിരിക്കുന്നത്. 11 മണിയോടുകൂടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ പൗരസാഗരം നടക്കും. ആശാസമരത്തിന് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിലപാടിലുറച്ച പാലക്കാട് നഗരസഭയുടെ കെട്ടിടത്തിന് ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാറിൻ്റെ പേര് നൽകുമെന്ന് നഗരസഭ വിവാദങ്ങൾ കാര്യമാക്കുന്നില്ല. നഗരസഭ സംസ്ഥാനത്ത് തന്നെ ഒന്നാമതായതിൻ്റെ വിരോധമാണ് കോൺഗ്രസിനും CPM-നുമെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു. അരുൺ ആലത്തൂർ ചേർന്ന വിവരങ്ങളുമായി. അരുൺ, എന്താണ് അവരുടെ നിലപാട്?
വീണ, ഈ ദിവ്യാംഗരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ അത് ഏതായാലും ഡോക്ടർ കേശവ് ബലറാം ഹെഡ്ഗേവാറിൻ്റെ പേരിൽ തന്നെ സ്ഥാപിക്കും എന്നുള്ളത് തന്നെയാണ് പാലക്കാട് നഗരസഭ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം തറക്കല്ലിട്ടപ്പോൾ ഈ ഒരു കെട്ടിടത്തിൻ്റെ തറക്കല്ലിടൽ ചടങ്ങ് നടത്തിയപ്പോഴാണ് അവിടേക്ക് ഈ പേര് നൽകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും പരിപാടി സ്ഥലത്തേക്ക് എത്തുകയും അവിടെ വലിയ രീതിയിൽ അതിക്രമം കാണിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതൊക്കെ വലിയ ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ഭീഷണികൾക്ക് മുൻപിലൊന്നും മുട്ടുമടക്കില്ല എന്നുള്ളത് തന്നെയാണ് BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയുടെ നിലപാട്. നഗരസഭ തങ്ങൾക്ക് തറക്കല്ലിടാൻ അറിയുമെങ്കിൽ ഈ കെട്ടിടം നിർമ്മിച്ച് ആ കെട്ടിടത്തിന് അതേ പേര് നൽകി അത് നല്ല മികച്ച രീതിയിൽ പ്രവർത്തിപ്പിക്കുകയും ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമൊക്കെ അതിലൂടെ വലിയൊരു സഹായമായി തങ്ങളുടെ ഈ പദ്ധതി മാറ്റാൻ തങ്ങൾക്കുള്ള ആർജവമുണ്ട് എന്നുള്ളതാണ് നഗരസഭ പറയുന്നത്. കഴിഞ്ഞ 2 ടേമിലായി പാലക്കാട് ഭരിക്കുന്നത് BJP ആണ്. വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ മികച്ച വിജയമാണ് പാലക്കാട് നഗരസഭയിൽ BJP കൈക്കലാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ ആ ജനങ്ങൾ തങ്ങളെ പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ദിവ്യാംഗരായ കുട്ടികൾക്ക് ഉൾപ്പെടെ സഹായമാവുന്ന ഈ പദ്ധതി, അതിൻ്റെ ആ കെട്ടിടം, അതെല്ലാം ജനങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ജനങ്ങൾ എന്തായാലും തങ്ങൾക്കൊപ്പം തന്നെയാണ് എന്നുള്ളതാണ് നഗരസഭയുടെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് നഗരസഭ തീരുമാനിച്ചിരിക്കുന്നത്. കെട്ടിടം തറക്കല്ലിടൽ ഏതായാലും കഴിഞ്ഞ ദിവസം നടന്നു. ഇനി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഉടൻ ആരംഭിക്കും. ആ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തീകരിച്ചുകൊണ്ട് ഈ ദിവ്യാംഗരായ കുട്ടികൾക്ക് ഒരു സഹായമായി മാറുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ സംസ്ഥാന സർക്കാർ അവരുടെ ബൈസ്റ്റാൻഡർമാർക്കുള്ള പെൻഷനും മറ്റുമൊക്കെ കഴിഞ്ഞ 4 വർഷമായിട്ട് നൽകാതെ അത്തരത്തിലുള്ള ആളുകളോട് തീർത്തും മുഖം തിരിക്കുന്ന നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാർ. അവരുടെ വളരെ ബുദ്ധിമുട്ടുകളും മറ്റുമൊക്കെ അവർ ജീവിതത്തിൽ നേരിടുമ്പോഴും അതിനെ യാതൊരു തരത്തിലും സംസ്ഥാന സർക്കാർ, നമ്മൾ ജനം TV ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട വാർത്തയൊക്കെ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ എന്നിട്ട് പോലും ആ ഭിന്നശേഷിക്കാരായ അല്ലെങ്കിൽ ദിവ്യാംഗരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ബൈസ്റ്റാൻഡേഴ്സിന് നൽകുന്ന തുകയോ അതിന് മറ്റു കാര്യങ്ങളിലോ ഒന്നും ഒരു നടപടിയും ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ആ സാഹചര്യത്തിലാണ് അത്തരം കുട്ടികൾക്ക് അവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണെങ്കിലും അതല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾക്കുൾപ്പെടെ ഈ പൊതുവെ ഏതെങ്കിലും ജോലിക്കൊക്കെ പോകുന്ന രക്ഷിതാക്കൾക്ക് ഈ കുട്ടികളെ വീട്ടിലൊറ്റയ്ക്കാക്കി എങ്ങോട്ടും പോകാൻ കഴിയാത്തൊരു സ്ഥിതിയൊക്കെ ഉണ്ട്. അത്തരത്തിൽ ഈ കെട്ടിടം പൂർത്തിയാവുന്നതോടുകൂടെ ഈ കുട്ടികളെയൊക്കെ അവിടെ കൊണ്ടുപോയി ആക്കാനും അതുപോലെ തന്നെ അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനും ഒക്കെ കഴിയും എന്നുള്ളതാണ് BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഡോക്ടർ കേശവ് ബലറാം ഹെഡ്ഗേവാറിൻ്റെ പേരിൽ തന്നെ ഈ കെട്ടിടം നിർമ്മാണം പൂർത്തിയാക്കും എന്നുള്ളതാണ് നഗരസഭ പറയുന്നത്. മാത്രമല്ല ഡോക്ടർ കേശവ് ബലറാം ഹെഡ്ഗേവാർ എന്നുള്ളത് സ്വാതന്ത്ര്യ സമരത്തിൽ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുള്ള, ഒപ്പം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് രൂപം നൽകി ഇന്ന് രാജ്യം ഭരിക്കുന്ന BJP ആണെങ്കിലും അതല്ലെങ്കിൽ മറ്റ് സംഘപരിവാർ സംഘടനകളാണെങ്കിലും അതിനൊക്കെ പ്രചോദനമായിട്ടുള്ളത് ഡോക്ടർ കേശവ് ബലറാം സ്ഥാപിച്ച രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്നുള്ള ആ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനമാണെങ്കിൽ അതിൻ്റെ 100ാം ജന്മദിനത്തിലേക്ക് കടക്കുന്ന ഒരു വേള കൂടിയാണ്. ഈ സാഹചര്യത്തിൽ ഇത്രയും രാജ്യത്ത് തന്നെ ഇന്ന് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ ഏറ്റവും അധികം ആളുകൾ അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രത്തെ ആളുകൾ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ് എന്നുള്ളത് ഒരു പച്ചയായ വാസ്തവമാണ്. ആ സാഹചര്യത്തിൽ തന്നെ അതിന് നേതൃത്വം നൽകി അതിൻ്റെ ആശയത്തിന് രൂപം നൽകിയിട്ടുള്ള ഡോക്ടർ കേശവ് ബലറാം ഹെഡ്ഗേവാറിൻ്റെ പേര് അത് നൽകുന്നത് അതിലൊരു തെറ്റുമില്ല എന്നുള്ളത് തന്നെയാണ് പാലക്കാട് നഗരസഭ പറയുന്നത്. മാത്രമല്ല നമുക്കറിയാം ഈ വാര്യം കുന്നനെ പോലെയുള്ള ഹിന്ദു കൂട്ടക്കൊല നടത്തിയിട്ടുള്ള തീവ്രവാദികളുടെ പേരുകൾ മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പല സ്ഥാപനങ്ങൾക്കും നൽകുന്നു. കൊയിലാണ്ടിയിൽ പല സർക്കാർ സ്ഥാപനങ്ങൾക്കും പല തങ്ങൾമാരുടെ പേരുകൾ നൽകുന്നു. അങ്ങനെ ഈ മാപ്പിള കലാപം നടത്തിക്കൊണ്ട് ഹിന്ദു വംശഹത്യ നടത്തിയ മാപ്പിള കലാപത്തിലൂടെ ഹിന്ദു വംശഹത്യ നടത്തിയ ആളുകളുടെ പേരൊക്കെ വലിയ രീതിയിൽ പല സർക്കാർ സ്ഥാപനങ്ങൾക്കും മറ്റുമൊക്കെ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങൾക്കും മറ്റുമൊക്കെ നൽകുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അങ്ങനെ ഹിന്ദു കൂട്ടക്കുരുതി നടത്തിയ ആളുകളെ ഈ പേര് നൽകുന്നതിനെ അതിന് പിന്തുണ നൽകുന്ന ആളുകളാണ് ഇടതുപക്ഷവും കോൺഗ്രസുമാണ്. ഒരു ധീരദേശാഭിമാനിയായ ഡോക്ടർ കേശവ് ബലറാം ഹെഡ്ഗേവാറിൻ്റെ പേര് ഒരു കെട്ടിടത്തിന് നൽകുമ്പോൾ അതിൽ പ്രതിഷേധവുമായി എത്തുന്നത് എന്നുള്ളതാണ് നഗരസഭ പറയുന്നത്. അതൊന്നും യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നഗരസഭയുടെ നിലപാട്. പിന്നെ ഈ കൗൺസിലിൽ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്നത്. അങ്ങനെ ഒരു പേരിടണമെങ്കിൽ കൗൺസിലിൽ തീരുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല. നഗരസഭ ഭരിക്കുന്നത് BJP ആണെങ്കിൽ BJPക്ക് ഏത് കെട്ടിടത്തിന് എന്ത് പേരിടണമെന്ന് തീരുമാനിക്കേണ്ട പൂർണ്ണ അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് വല്ല പോരാട്ടമൊക്കെ നടത്താനാണ് ഇവരുടെ ഉദ്ദേശമെങ്കിൽ എന്ത് നിയമപരമായ പോരാട്ടം വേണമെങ്കിലും നടത്തിക്കോളൂ. അതുമായി തങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇത്
അതായത് നിയമപരമായിട്ട് ഇതിലൊരു തെറ്റുമില്ല എന്നുള്ളതാണ് നഗരസഭ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേരുമായി മുന്നോട്ട് പോകാനും ഈ കെട്ടിടം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി, പേരിൽ ഉപരി കെട്ടിടം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ഒരുപാട് ദിവ്യാംഗരായ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ ആശ്വാസമായി ഈ പദ്ധതിയെ മാറ്റുക എന്നുള്ളതാണ് BJP ഭരിക്കുന്ന നഗരസഭ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നഗരസഭ അധികൃതർ പറയുന്നത്. മാത്രമല്ല നഗരസഭ കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്ത് പ്ലാൻ ഫണ്ട് വിനിയോഗത്തിൽ 87 നഗരസഭകളാണ് സംസ്ഥാനത്തുള്ളത്. ആ 87 നഗരസഭകളിൽ പ്ലാൻ ഫണ്ട് വിനിയോഗത്തിൽ 1ാം സ്ഥാനത്താണ് പാലക്കാട് നഗരസഭ കഴിഞ്ഞ ദിവസം എത്തിയത്. അത്രയും മികച്ച രീതിയിൽ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു അസ്വസ്ഥതയാണ് ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഉള്ളത്. ആ അസ്വസ്ഥതയിൽ നിന്നാണ് ഇത്തരത്തിൽ അനാവശ്യ വിവാദങ്ങൾ ഇവർ സൃഷ്ടിക്കുന്നത് എന്നും BJP ഭരിക്കുന്ന നഗരസഭ അധികൃതർ പറയുന്നുണ്ട്. ഏതായാലും ഈ കെട്ടിടം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി അത് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക്, പ്രത്യേകിച്ച് ദിവ്യാംഗരായ കുട്ടികൾക്കും മറ്റുമൊക്കെ ആശ്വാസമാവുന്ന പദ്ധതിയായി അതിനെ മാറ്റുക, അവർക്ക് ഒരു സഹായമായി ഇതിനെ രൂപകൽപ്പന ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് നഗരസഭ അധികൃതർ വ്യക്തമാക്കുന്നത്. ശരി, കൃത്യമായ നിലപാടുണ്ട് അവർക്ക്. ശരിയാണ്. കണ്ണൂർ മുഴുപ്പിലങ്ങാടിന് പുറമെ അഞ്ചരക്കണ്ടി പുഴയിൽ നിന്നും വ്യാപകമായി മണലെടുക്കുന്നതിനെതിരെ ചിറക്കുനിയിലും പ്രതിഷേധം ശക്തമാകുന്നു. ഉൾനാടൻ ജലഗതാഗത പദ്ധതിയുടെ പേര് പറഞ്ഞ് 1.5 വർഷമായി പ്രദേശത്ത് നിന്ന് മണലെടുക്കുന്നുണ്ട്. മണലെടുത്തു തുടങ്ങിയതോടെ പ്രദേശത്തെ കിണറുകളിലെ വെള്ളം മോശമായി എന്നും വ്യാപകമായി മണലെടുക്കുന്നത് പുഴയുടെ കരയിടിയാൻ കാരണമാകുമെന്നും നാട്ടുകാർ പറയുന്നു. കണ്ണൂർ ചിറക്കുനിയിൽ നിന്നുള്ള കാഴ്ചയാണിത്. ഉൾനാടൻ ജലഗതാഗത പദ്ധതിയുടെ പേര് പറഞ്ഞ് അഞ്ചരക്കണ്ടിപ്പുഴയിൽ നിന്ന് വാരിയെടുത്ത മണൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 1.5 വർഷമായി പ്രദേശത്ത് നിന്ന് ഇത്തരത്തിൽ മണലെടുക്കുന്നുണ്ട്. കയ്യും കണക്കുമില്ലാത്ത ഈ മണലെടുപ്പ് കാരണം പ്രദേശത്തെ വീടുകൾ തകരുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. പേടി, നമ്മളെ വീട് വീണ് അടിഞ്ഞു പോവും. പിന്നെ എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് ബുദ്ധിമുട്ടാവും. തുടങ്ങിയിട്ട് ഒരു 1.5 കൊല്ലത്തിൻ്റെ മേലെയായി, 2 കൊല്ലമായി. അതേ പേടിയുണ്ട്. നമ്മൾ ഇതിൻ്റെ കോൺട്രാക്ടറോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അവർ ജെട്ടിയിലായിരിക്കാം, ഞാൻ ജെട്ടിയിൽ പോയിട്ട് അവരോട് പറയും. വീടെല്ലാം ഇപ്പോൾ എടുത്തതാ. ഞാൻ പറഞ്ഞ് ഇതിൻ്റെ ലോണ് വരെ അടച്ച് തീർത്ത് കഴിഞ്ഞില്ല, നിങ്ങൾ ഇത് ചെയ്തിട്ട് വീണടിഞ്ഞാൽ പിന്നെ ബാങ്ക് വീണത് നോക്കുക, നമ്മൾ അടക്കണ്ടേ. അങ്ങനെയുള്ള ഓരോരു വിഷമങ്ങൾ. മണലെടുപ്പ് തുടങ്ങിയതിനു ശേഷം പ്രദേശത്തെ കിണറുകളിലെ വെള്ളവും മോശമായി തുടങ്ങിയെന്ന് നാട്ടുകാർ പറയുന്നു. വെള്ളം നല്ലോണം കലങ്ങിയിട്ടല്ല, ഇപ്പോൾ നല്ലോണം കലങ്ങി. അവർ മണ്ണെടുക്കാൻ തുടങ്ങിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലോണം കലങ്ങിയിട്ട് ചോപ്പാടില്ല. നമ്മളിപ്പം ഫിൽറ്ററെല്ലാം വെച്ചിട്ടുള്ളത്. മുന്നെല്ലാം നല്ല തെളിവേനു. നമ്മളെല്ലാം വീട്ടിൽ എല്ലാം ഇപ്പം ഉപ്പ് വെള്ളം കയറും, കിണറ്റിൽ വെള്ളം. നിങ്ങളിപ്പം വന്ന് നോക്കിയാൽ എൻ്റെ വീട്ടിലെ കിണറ്റിൽ കാണാം ചെളി വെള്ളവും. ഇത് തുടങ്ങിയാൽ കുടിവെള്ളത്തിൻ്റെ മണലിൽ തുടങ്ങിയ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് മണലെടുപ്പെന്നും പരാതി കൊടുത്തിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. 3 വർഷത്തിന് അടുപ്പിച്ചായിട്ട് ജലഗതാഗതത്തിൻ്റെ പേരിൽ മണൽ ഖനനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടെന്നാണ് പക്ഷേ നമ്മൾ 3 പഞ്ചായത്ത് മെമ്പർമാർ ഇതുവരെ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങളെ ആരും ഇതുവരെ കണ്ടിട്ടില്ല. ഇതിൻ്റെ ഭാഗമായിട്ട് നിരവധി കണ്ടൽക്കാടുകൾ നശിപ്പിച്ചിട്ടുണ്ട്. അത് ഉന്നതർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ അതിനെപ്പറ്റി ഒരു അന്വേഷണം നടന്നിട്ടില്ല. അനിയന്ത്രിതമായ മണലെടുപ്പിനെതിരെ പ്രദേശത്ത് പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ജനം, കണ്ണൂർ. വിഷു എത്തും മുൻപേ വിഷുവിൻ്റെ വരവറിയിച്ച് നാട്ടിലും നഗരത്തിലുമൊക്കെ കൊന്നപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. വേനൽമഴ കനത്തതോടെ ഈ കൊന്നപ്പൂക്കൾ പലയിടത്തും കൊഴിഞ്ഞു പോകുന്നൊരു സാഹചര്യം കൂടി കാണുന്നുണ്ട്. ഒറിജിനലിനെ വെല്ലുന്ന പ്ലാസ്റ്റിക് കൊന്നപ്പൂക്കൾ വിപണിയിലുണ്ട് എന്നുള്ളതാണ് ഒരു ആശ്വാസം. വിഷുക്കാലമല്ലേ, കണിക്കൊന്നയല്ലേ, എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ എന്ന ഭാവത്തിൽ തലയെടുപ്പോടെ വിരിഞ്ഞു നിൽക്കുന്ന കൊന്നപ്പൂക്കൾ. വിഷു എന്ന പാരമ്പര്യത്തനിമ വന്നെത്തുന്നു എന്നതിന്റെ പ്രകൃതിയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കണിക്കൊന്ന. വരാനിരിക്കുന്ന സമൃദ്ധിയുടെ നാളുകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള പ്രകൃതിയുടെ വിഷുക്കൈനീട്ടം. വേനൽമഴ കലത്തതോടെ കൊന്നപ്പൂക്കൾ പലതും കൊഴിഞ്ഞു തുടങ്ങി. വിഷുവിന് കണിയൊരുക്കാൻ ഒരു പിടി കൊന്നപ്പൂക്കൾ പ്രകൃതി ബാക്കി വെക്കാതിരിക്കില്ല. ഇനി അഥവാ കൊന്നപ്പൂക്കൾ കിട്ടിയില്ലെങ്കിൽ ഒറിജിനലിനെ വെല്ലുന്ന പ്ലാസ്റ്റിക് കൊന്നപ്പൂക്കളും വിപണിയിൽ സജീവമാണ്. ഒറ്റനോട്ടത്തിൽ രൂപം കൊണ്ട് കൊന്നപ്പൂവല്ലെന്നാരും പറയില്ല. ₹40 സിംഗിളിന് വെക്കുന്നത്.
ഇനി 3 ഒന്നിച്ചെടുക്കാൻ വെച്ചാൽ അത് 100 രൂപയ്ക്ക് കൊടുക്കും. പിന്നെ ബൾക്ക് എടുക്കാൻ വെച്ചാൽ റേറ്റ് കുറച്ച് കൊടുക്കും. ഈ പ്ലാസ്റ്റിക് കൊന്നപ്പൂവിനും ആവശ്യക്കാർ ഏറെയാണ്. അതുകൊണ്ട് തന്നെ വിഷുവിന്റെ വരവറിയിച്ച് ഇവരും രൂപം കൊണ്ട് കൊന്നയ്ക്കൊപ്പം കിടപിടിക്കാൻ മത്സരിക്കുകയാണ്. പ്ലാസ്റ്റിക് കൊന്നപ്പൂവും കൃഷ്ണവിഗ്രഹവും ഒക്കെയാണ് ഈ വിഷുക്കാലത്തെ താരം. ജനം, കോഴിക്കോട്. അങ്ങനെ പുത്തൻപുലരിയുടെ 2 മണിക്കൂർ നീണ്ട യാത്ര, ഇന്നത്തെ യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മൾ ഒട്ടേറെ വാർത്തകൾ നോക്കി. നമുക്കറിയാം ഇന്ന് ശ്രദ്ധിക്കുന്ന പല വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ അതിൻ്റെയൊക്കെ തുടർ വാർത്തകളാണ് നമ്മൾ വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം മറ്റു വാർത്തകളും വിശദമായി തന്നെ നോക്കും. ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സാണ്. നമസ്തേ.